കുറച്ചു മുമ്പ് എന്നോട് നാട്ടിൽ നിന്ന് ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. പെന്തക്കോസ് വിശ്വാസിയാണ്. അദ്ദേഹം വളരെ അല്പം രോഷാകുലനായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന ആരോപണം, നിങ്ങളുടെ ഇങ്ങനത്തെ ടീച്ചിങ്, ഇതാണ് എന്നോട് പറയാണ്, ഇത്തരത്തിലുള്ള ടീച്ചിങ് ആണെങ്കിൽ എന്തും ചെയ്യാമല്ലോ, എന്തു പാപവും ചെയ്യാമല്ലോ. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു, ത്രിയേക ദൈവ സ്നേഹമാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും രക്ഷിക്കുന്നു. അപ്പൊ എന്തു പാപവും ചെയ്യാമല്ലോ, എന്തു പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഹായ് ജിജോ മാത്യു ജോർജ്, ബൊമ്മച്ചൻ മുപ്പാത്തിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. വിനു ജോസഫ്, അപ്പം ഇദ്ദേഹം കുറുങ്ങാടൻ റോയ് റോഷൻ, കുറുങ്ങാടനും തോന്നി ഇത് എന്ത് പാപവും ചെയ്യാമല്ലോ. അപ്പൊ ഈ പാപം എന്നിവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് ഈ വ്യഭിചാരം ചെയ്യുക എന്നുള്ളതാണ്. എനിക്കത് മനസ്സിലായി, പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ കുറച്ച് പേര് മദ്യം കഴിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, ഇതൊക്കെയാണ് പാപം എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ എന്നോട് വളരെയധികം ചൂടാകണം. അപ്പം ഞങ്ങളൊക്കെ പാപം ചെയ്യാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തെ പ്രസംഗങ്ങൾ നടത്തുന്നത്. ഞങ്ങളിങ്ങനെ പാപം ചെയ്യാതെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മസിൽ പിടിച്ച് ഞങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്. അപ്പൊ എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അത് പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ഉദാഹരണം ചോദിച്ചു, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് പാമ്പ് ഇറച്ചി ഇഷ്ടമാണോ? പാമ്പിറച്ചി? ഞാൻ കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ പാമ്പ് ഒരെണ്ണം വറുത്ത് നിങ്ങൾക്ക് തന്നാ നിങ്ങൾ കഴിക്കൂ? ഇല്ല. നല്ല മൂർഖൻ. ഞാൻ കഴിക്കത്തില്ല പേഴ്സണലി, എനിക്ക് പാമ്പിന്റെ ഇറച്ചി ഇഷ്ടമില്ല, ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാത്തരം ഇറച്ചിയും കിട്ടും. ഇവിടുത്തെ ഒരു ഫേവററ്റ് ആണ് മുതല ഇറച്ചി. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മുതല ഇറച്ചി കിട്ടും, പലതരത്തിലുള്ള ഇറച്ചികൾ. ഈ പാമ്പിന്റെ ഇറച്ചി ഇഷ്ടമില്ല, കഴിക്കുന്നില്ല. ഇനി എങ്ങനെയെല്ലാം കറി വെച്ച് കൊണ്ടുവന്നാലും ഏതെന്നെ പാമ്പിന്, ഇനിയിപ്പോ രാജവമ്പാല ഫ്രൈ കൊണ്ടുവച്ചാലും ഞാൻ കഴിക്കത്തില്ല. അപ്പം പാപത്തോടുള്ള ഒരു മനോഭാവം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ക്രിസ്തു നമ്മളിൽ വളരുമ്പോൾ നമ്മളിൽ അങ്ങനെ ആയി മാറുന്നതാണ്. അതാണ് രൂപാന്തരം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു റെസ്റ്റോറന്റിൽ ചെല്ലുമ്പം ഞാൻ പാമ്പിറച്ചി ഓർഡർ ചെയ്യാറില്ല. എനിക്ക് അവിടെ ചിലപ്പോ വലിയ പാമ്പിനെ അതേപടിയൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഞാനത് നോക്കാറില്ല, അത് മോഹിക്കാറില്ല, അത് ആഗ്രഹിക്കാറില്ല. ഇനി അത് കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മസിൽ പിടിച്ച് അടക്കാറില്ല. ഇനി ആരെങ്കിലും അപ്പുറം ഇരുന്ന ഒരാൾ പാമ്പിനെ കഴിച്ചാൽ എനിക്ക് വിരോധമില്ല. അത് പാമ്പിനെ കഴിച്ചു എന്ന് ഞാൻ അയാളെ പിടിക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്, അദമ്യമായ അടക്കാനാവാത്ത അഭിനിവേശം നിങ്ങളുടെ അകത്തിങ്ങനെ തെരത്തള്ളുകയാണ്. നിങ്ങൾ അതിനെ അടക്കി വെക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് മുഴുവൻ ഭയങ്കര വടംവലിയാണ്. അപ്പൊ നിങ്ങൾ പാപമല്ല എന്ന് വിചാരിക്കുന്നൊക്കെ വേദപുസ്തകത്തിലെ ഗൗരവതരമായ പാപങ്ങളാണ്. ബൈബിളിൽ നോക്കിക്കഴിയുമ്പോൾ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. ഈ തരത്തിൽ പകയും വിദ്വേഷവും പിണക്കവും ദന്തപക്ഷവും അസൂയയും എല്ലാം ഹൃദയത്തിൽ നൊരഞ്ഞു പൊന്തുകയാണ്. ഇപ്പൊ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളുടെ ഒരു സൗഖ്യമാണ്, ഹീലിംഗ്. മെമ്മറികളിൽ, സ്മരണകളിൽ ഒരു സൗഖ്യമാണ്. അപ്പൊ അത് സംഭവിക്കണം. അതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന എന്ന് പറയുന്നത്. അത് സംഭവിക്കാത്ത ആളുകൾ ആത്മീക കാര്യങ്ങൾ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടായിട്ട് പറഞ്ഞത്, പൊതുവായിട്ടുള്ള പെന്തക്കോസ്ത് വിശ്വാസികളോട് പറയുകയാണ്, ഈ എന്തെങ്കിലും മെസ്സേജ് കേൾക്കുമ്പോൾ എടുത്ത് ചാടി വരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ആ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആത്മീകമായത് വിവേചിക്കും,
പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശങ്ങൾ ഗ്രഹിപ്പാൻ അവന് കഴിയത്തില്ല. നിങ്ങൾക്ക് പെന്തക്കോസ്റ്റ് ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾ അവിടെ പതിവായിട്ട് പോയെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മീകരാകുന്നില്ല. ആത്മീകൻ എന്ന് പറയുമ്പോൾ അവൻ ആത്മാവിനാൽ ആ ആന്തരിക പരിച്ഛേദന, ഹൃദയ പരിച്ഛേദന ലഭിക്കുകയാണ്. അപ്പൊ അവന് ആ സൗഖ്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണത്? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തു പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപത്താലും സ്വാധീനിക്കപ്പെടാത്ത സ്വാതന്ത്ര്യമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. എവരിതിങ് ഈസ് പെർമിസിബിൾ ടു മീ, എനിത്തിങ് അണ്ടർ ദ സൺ. എല്ലാം എനിക്ക് അനുവദനീയമാണ്, പക്ഷെ എല്ലാം പ്രയോജനപ്രദമല്ല. എല്ലാം എനിക്ക് അനുവദനീയമാണ്, ബട്ട് ഐ വിൽ നോട്ട് ബി മാസ്റ്റേർഡ് ബൈ എനിത്തിങ്. ഞാൻ ഒന്നിനാലും നിയന്ത്രിക്കപ്പെടുന്നില്ല, ഒന്നിനാലും സ്വാധീനിക്കപ്പെടുന്നില്ല, ഒന്നിനാലും പ്രലോഭിപ്പിക്കപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളിലേക്ക് പോകുന്നില്ല. ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ അത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടും അസാധ്യമായിട്ടും ഒക്കെ തോന്നുകയാണ്. ഈ സൈക്കിള് ചവിട്ടാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ, സൈക്കിൾ ചവിട്ടാൻ അറിയാൻ പാടില്ലാത്ത, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പെങ്കൊച്ച് ഇന്നലെ ഞാൻ കണ്ടു. അപ്പം ഞാൻ പരിചയപ്പെട്ടു. അവൾ കോളേജിൽ പഠിക്കുന്ന മലയാളി പെൺകുട്ടിയാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണ്. അപ്പം ഞാൻ, നീ ഒത്തിരി ലേറ്റായി പോയല്ലോ. ശരിയാ അങ്കിളെ, ലേറ്റായിപ്പോയി. കാരണം ചെറുപ്പത്തിൽ ആ കൊച്ചിനെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചില്ല. കുഞ്ഞിലെ സൈക്കിൾ ചവിട്ടാനും നീന്താനും ഒക്കെ പഠിപ്പിക്കേണ്ടത്. അപ്പം അത് വളരെ സ്ട്രഗിൾ ചെയ്ത് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണ്. ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ അറിയാൻ മേലാത്ത ഒരാള് സൈക്കിൾ ചവിട്ടി പോകുന്ന ആളെ കാണുമ്പം അത്ഭുതമാണ്. ഇനി സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ അവർ ഒരിക്കലും വിശ്വസിക്കത്തില്ല 2 വീലുള്ള ഒരു സാധനം ഇങ്ങനെ ചവിട്ടി പോകാൻ പറ്റുമെന്ന്. ഭയങ്കര അതിശയമാണ്. പക്ഷെ സൈക്കിൾ ചവിട്ടി പോകുന്ന ആളെ സംബന്ധിച്ച് അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലച്ച് ചവിട്ടുക, ഗിയർ മാറുക, സ്റ്റിയറിംഗ് പിടിക്കുക, ഹോൺ അടിക്കുക, മഴ പെയ്താൽ വൈപ്പർ ഇടുക. ഒരാളിനോട് വെച്ച് ഇതെല്ലാം കൂടെ ഒരാളെങ്ങനെ ചെയ്യും? കാരണം ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നിനെക്കുറിച്ചും ബോധമല്ല. ഗിയർ മാറുന്നത് നമ്മൾ അറിയുന്നില്ല, ക്ലച്ച് ചവിട്ടുന്നത് നമ്മൾ അറിയുന്നില്ല, വൈപ്പർ സമയത്ത് ഓണാകുന്ന അറിയുന്നില്ല, ഫ്ലാഷ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുന്നത് ബ്രൈറ്റ് ആക്കുന്ന അറിയുന്നില്ല, സിഗ്നൽ ലൈറ്റ്സ് വരുന്നു. നമ്മൾ ചിലപ്പോൾ വിതൗട്ട് നോവിങ് നമ്മൾ റെഡ് ലൈറ്റ് നിർത്തുന്നു, ഗ്രീൻ ലൈറ്റ് പോകുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെ തന്നെ സംഭവിക്കും. പക്ഷെ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ അപ്പൊ ഇമാജിൻ ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ഒരു ജീവിതമാണ്. അതിൽ ഇത്തരം പരിശീലനങ്ങളുണ്ട്. അതിൽ മുതിർന്നു കഴിയുമ്പോൾ ഇതാണ് സംഭവം. പാപത്തിന്റെ ആ കാഴ്ചപ്പാടൊക്കെ മാറും. പാപത്തിന്റെ കാഴ്ചപ്പാട് ഇപ്പോഴും ബലഹീനവും ദരിദ്രവുമായിരിക്കുന്ന ആദ്യ പാഠങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും പ്രാഥമിക കാര്യങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദുർഭകാവസ്ഥ. അവര് വലിയ ആത്മീയ കാര്യങ്ങൾ പറയുന്നത്, ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് മസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മസിൽ പിടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാപം എന്ന് പറഞ്ഞാൽ സഹോദരനെ പായിക്കുന്ന വലിയ പാപമാണ്, കൊലപാതകത്തിന് തുല്യമായ പാപമാണ്. അത് പെന്തക്കോസ്തിൽ എല്ലാവരും പകച്ചുകൊണ്ടിരിക്കും. ഭയങ്കര പകയാണ്. എന്നിട്ട് വിശുദ്ധിയുടെ മേൽക്കുപ്പായം അണിയുക. പക അങ്ങനെയുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾ കൽപ്പന അനുസരിച്ചോ? എന്താണ് കൽപ്പന? കൽപ്പന അനുസരിച്ചോ? ഈ കൽപ്പന അനുസരിച്ചോ എന്ന് ഇവര് ചോദിക്കുന്നത് ഈ ഇവരുടെ കൂടെ പോയി വെള്ളത്തിൽ മുഴുകുക എന്നുള്ളതാണ്. ഈ യാക്കോബായ സഭയിൽ കൂട്ടായ്മകളുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്നല്ല കരിസ്മാറ്റിക്, അവിടെ നിന്നാണ് നമ്മൾ ഈ ചൂണ്ട പിടിക്കുന്നത്. അതായത് മത്സ്യബന്ധനം കടലിൽ നിന്നല്ല, ഒരു വേറൊരു കൂടയിൽ നിന്നാണ് നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കൂട്ടായ്മയ്ക്ക് പോകുന്നവരെ നോക്കി വെക്കും. ഇപ്പൊ കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നുണ്ടല്ലേ, സ്വോത്രം. അപ്പൊ നമ്മൾ ഈ പുതുതായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ ആ നിർമ്മല മനസ്സായ പ്രവേശിച്ചതോ സ്വോത്രം അടുത്ത ചോദ്യം, കൽപ്പന അനുസരിച്ചോ? അതെ, കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നുണ്ട്, കൽപ്പന അനുസരിച്ചോ?
പെന്തക്കോസ്തുകാർ സാധാരണ ഈ യാക്കോബായ കാത്തോലിക്ക സമുദായങ്ങളിൽ നിന്ന് കൂട്ടായ്മകൾ കരിസ്മാറ്റിക് മീറ്റിങ്ങുകളിലൊക്കെ പോകുന്നവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, കൽപ്പന അനുസരിച്ചോ? എന്താണ് കൽപ്പന? എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന ഏതാണ്? യേശു കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ക്രോസ്. ദൈവത്തെ സ്നേഹിക്കുക വെർട്ടിക്കൽ, സഹോദരനെ സ്നേഹിക്കുക ഹൊറിസോണ്ടൽ. ഇതാണ് കർത്താവിന്റെ കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളോട് കൽപ്പന അനുസരിച്ചോ എന്ന് ചോദിക്കുന്ന പെന്തക്കോസുകാരനോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ കൽപ്പന അനുസരിക്കുന്നുണ്ടോ? ഇപ്പൊ മലയാളി പെന്തക്കോസിൽ ഏറ്റവും വലിയ സഭ IPCയുടെ വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുക. എലക്ഷൻ പാനൽ തിരിഞ്ഞ് ഇലക്ഷനാണ്. പാനൽ തിരിഞ്ഞ് അവരുടെ ഏറ്റവും വലിയ ഉപദേശത്തെ സംരക്ഷിക്കുന്ന അതിവിശുദ്ധനും പരാക്രമിയുമായിരിക്കുന്ന ഫിലിപ്പി തോമസിന്റെ പാനലുണ്ട്. ഫിലിപ്പി തോമസിന്റെ പാനലിനെതിരായിട്ട് വേറൊരു പാനലുണ്ട്. ഈ പാനലുകൾ തമ്മിൽ ചെളിവാരിയേറുകളും ട്രോളുകളുമാണ്. നിങ്ങൾ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളിൽ നോക്കുക, ഫേസ്ബുക്കിൽ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണണം. പെന്തക്കോസുകാര്, നിങ്ങളുടെ ബൈബിളിലുണ്ടോ വാക്യം? ഉണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി അവൻ ശ്രേഷ്ഠനെന്നെണ്ണണം, അവന്റെ ശ്രേഷ്ഠത പറയണം. ഇതൊന്നുമല്ല പറയുന്നത്. ഭയങ്കരമായ കുറ്റമാണ് അവരുടെ ഗ്രൂപ്പുകളിൽ കയറണം. ഞാനിപ്പോ കയറാറൊന്നുമില്ല, വളരെ മോശം. പലരും എനിക്ക് അയച്ചു തരാറുണ്ട്. എനിക്കിപ്പോ ദുഃഖമൊന്നുമില്ല. കാരണം അത്രയും പറ്റി. കാരണം നിങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ചിന്തിക്ക്. നിങ്ങൾ വേദപുസ്തക വിഹിത സഭകൾ, ബൈബിൾ അനുസരിക്കുന്നവർ, ഞങ്ങൾ ബൈബിൾ പ്രകാരം എന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം അനാവശ്യ ക്ലെയിമുകളാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലബിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത്. അതിന്റെ ഇലക്ഷൻ നടക്കുന്നു. SN ട്രസ്റ്റിന്റെയോ SNDP യൂണിയന്റെയോ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മാന്യതയുണ്ട്. ഒരു മാന്യതയും ഇല്ലാത്ത രീതിയിൽ എതിർ സ്ഥാനാർത്ഥികളെ തേജോവധം ചെയ്യുകയും സകലവിധ ചാക്കിട്ടുപിടുത്തവും കുതിര കച്ചവടവും എല്ലാത്തരം വൃത്തികേടുകളും നടക്കുന്ന ഒരു ഇലക്ഷൻ, അതിന്റെ പരിപാടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളിൽ കയറി നോക്കുക. അപ്പൊ അതാണ് എവിടെയാണ് കൽപ്പന അനുസരിച്ചത്? എന്ത് കൽപ്പന? ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇതൊന്നും എൻ്റെ ഇന്നത്തെ വിഷയമല്ല. നമ്മൾ ഇത് പറഞ്ഞത് ഞാൻ ആമുഖമായിട്ട് എനിക്കിങ്ങനെ ഇപ്പൊ ഈ ലൈവിന് തൊട്ട് മുമ്പ് ഒരാൾ ഫോൺ വിളിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ആരോപണങ്ങൾ വന്നുകൊണ്ടാണ്. ഇവിടെ ആരെയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു എല്ലാവരും ശ്വസിക്കുകയാണ്. വി ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. അതാണ് പറയുന്നത്. വി ആർ ഫ്രീ. എവറിത്തിങ് ഈസ് പെർമിസിബിൾ. എവറിത്തിങ്. നിനക്ക് പാപിനെ തിന്നാം ഇഫ് യു ലൈക്ക്. നിനക്ക് പാപിനെ, നീ വെറുതെ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവിയൽ കൂട്ടി ചോറുണ്ടിട്ട് അപ്പുറത്തെ എന്റെ തോളിന്റെ മുകളിലൂടെ നീ പൊങ്ങി അപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് മൂർഖൻ ഫ്രൈ അടിക്കുന്നതിനെ നോക്കി വെള്ളം ഹീറിക്കൊണ്ടിരിക്കുന്നു. നീ പോയി മൂർഖൻ കഴിക്ക്. നിനക്കത് ഇഷ്ടമാണ്. അത് കാരണം അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ഞാൻ മൂർഖൻ ഫ്രൈ അടിക്കാത്തത് അതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തു കോപിക്കുമെന്നോ അല്ലെ എന്നെ പിടിച്ച് നരകത്തിലിടുമെന്നോ പേടിച്ചിട്ടോ ഞാൻ മസിൽ പിടിച്ചിട്ടോ അല്ല. എനിക്ക് മൂർഖൻ ഇഷ്ടമില്ല. എനിക്ക് പാമ്പ് ഫ്രൈ തിന്നുന്ന ശീലവും ഇല്ല, ഇഷ്ടവും ഇല്ല, താല്പര്യവുമില്ല. അതാണ് അതാണ് ഫ്രീഡം. ആ ഫ്രീഡം. അല്ലാതെ ഇങ്ങനെ ടെംപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ലൈഫ് മുഴുവൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന നല്ല ക്രിസ്തീയ ജീവിതം. ഫ്രീഡം എൻജോയ് ചെയ്യുന്നു. ഇപ്പം ഈ പെന്തക്കോസ്റ്റ് സഭകളിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനത്തെ സ്ട്രഗിളാണ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധമില്ല. പിന്നെ അപ്പോൾ ട്രൂ സ്പിരിച്വാലിറ്റി കേൾക്കുമ്പോൾ ഇതെല്ലാം പാപം ചെയ്തോളാൻ ആളുകളോട് പറയുകയാണ് എന്ന് അവർക്ക് തോന്നും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, പെന്തക്കോസ്റ്റിലെ വിശുദ്ധിയുടെയും വേർപാടിന്റെയും ഒക്കെ ശക്തനായ പ്രഭാഷകനായി അത്യുന്നത നേതാവായിട്ട് വിരാജിച്ച ഒരു വ്യക്തി താൻ മരിക്കുന്നതിന് അവസാനത്തെ 3 മാസം ഭയങ്കരമായ അസഭ്യം പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു കട്ടിലെ. അസഭ്യം ഭയങ്കര ചീത്ത വിളിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു.
അപ്പോൾ മറ്റൊരു ലീഡറായിട്ടുള്ള ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എടാ നമുക്കവിടെ, ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഏറ്റവും അടുത്ത ആളുകൾ കയറിയാൽ മതി, അത്ര അടുത്ത ആളുകൾ കയറിയാമെന്ന് പറഞ്ഞു. അങ്ങ് മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര അടുപ്പമൊന്നുമില്ല, ഞാൻ പുറത്താണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ കൂടെ വന്ന ദൈവദാസനകത്തേക്ക് കയറിപ്പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തീവണ്ടി വരുന്ന പോലെ തിരിച്ചു വന്നു. എന്നോട് പറഞ്ഞു, ഓടിക്കോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടോ പെട്ടെന്ന് കാറെ കയറി പോകുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഭയങ്കര തെറിയാന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളുകളെല്ലാം മനസ്സിൽ അടക്കി വെച്ചാലെല്ലാം പുറത്തോട്ട് ചാടുക. അപ്പം നിങ്ങളിങ്ങനെയുള്ള മോഹങ്ങളും വൃത്തികെട്ട ചിന്തകളും എല്ലാ ഹൃദയത്തിൽ അടക്കി വെച്ച് ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം വരികയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇവിടെ ആരും ഒന്നും ആർക്കും വിലക്കുന്നില്ല. USA ഈസ് പ്രൊട്ടസ്റ്റന്റ് കൺട്രി, നോട്ട് കാത്തലിക്. USA-യിൽ പ്രൊട്ടസ്റ്റന്റുകാർ കൂടുതലുണ്ട്, പക്ഷെ പ്രൊട്ടസ്റ്റന്റ് കൺട്രി അല്ല. ലോകത്ത് ക്രിസ്തീയ രാജ്യങ്ങൾ എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒഫീഷ്യലി ക്രിസ്തീയ രാജ്യങ്ങളല്ല. ക്രിസ്ത്യാനിത്വത്തിന്റെ സംസ്കാരവും സ്വാധീനവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഇതാണ്. ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ടാണ് പ്രഖ്യാപിച്ചില്ല. ആഫ്രിക്കയിൽ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ ക്രിസ്തീയ രാജ്യം. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആരാധനയെക്കുറിച്ചാണ്. ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബൈബിളിൽ നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ കാണുന്നത് വാഴ്ത്തുക, പുകഴ്ത്തുക, സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, മഹത്വപ്പെടുത്തുക, ഇങ്ങനെ 5 പ്രയോഗങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ 5 പ്രയോഗങ്ങൾ. അഞ്ച് പ്രയോഗങ്ങളാണ് നമ്മൾ മലയാളത്തിൽ കാണുന്നത്. എബ്രായ ഭാഷ നമുക്കറിയാം പദദാരിദ്ര്യമുള്ള ഒരു ഭാഷയാണ്. ഇത്രയും വാക്കുകൾ കുറവുള്ള ഒരു ലാംഗ്വേജ് വളരെ അപൂർവമാണ്. കാരണം ബൈബിളില്, പഴയ നിയമ ബൈബിളിൽ 10,000-ൽ താഴെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ലെസ് ദാൻ 10,000. അത്രയും വാക്കുകൾ കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ കസിൻ ബ്രദർ എന്നുള്ളതിന് എബ്രായ ഭാഷ വാക്കില്ല. സഹോദരൻ എന്ന ഒരു ഒറ്റ വാക്കാണ്. അത് കസിന് വാക്കില്ല, അങ്കിൾ എന്നതിന് വാക്കില്ല. അങ്കിൾ എന്നുള്ളതിനും കസിൻ ബ്രദർ എന്നുള്ളതിനും ബ്രദർ എന്നുള്ളതിനും എല്ലാം കൂടെ ഒരു വാക്കാണ്. അപ്പം അതിൽ നിന്നാണ് ഈ സംശയം വരുന്നത്. കർത്താവിന്റെ സഹോദരൻ എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഓൺ ബ്രദറാന്ന് ചിന്തിക്കുന്നത്. എല്ലാത്തിനോടും ഒരു വാക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയും പദങ്ങൾക്ക് പിശുക്കുള്ള ഒരു ഭാഷ. ഒരു വാക്ക് തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. വെറും 10,000-ൽ താഴെ വാക്കുകൾ മാത്രം ഉപയോഗിച്ച ഈ ബൈബിൾ മൊത്തം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും പദദാരിദ്ര്യമുള്ള ഒരു ഭാഷ. എന്നാൽ ആ ബൈബിളിൽ ദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ദൈവത്തിനുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട് 58 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് ഞാൻ പറഞ്ഞ സഹോദരൻ, കസിൻ ബ്രദർ എന്നുള്ളതിന് പോലും വേറൊരു വാക്ക് എടുക്കാനില്ലാത്ത അത്ര പിശുക്കാണ്. അത്ര പദമില്ലാത്ത ആ ഭാഷയിൽ 58 പദങ്ങൾ ആരാധനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 58 എബ്രായ പദങ്ങൾ. നിങ്ങൾ 58 പദങ്ങളും കണ്ടുപിടിച്ച് പഠിച്ച് ഒക്കെ നല്ലതാണ്. ഇപ്പം എനിക്ക് 58 പദങ്ങൾ പറയാൻ ഇന്ന് ഞാൻ സമയമെടുക്കുന്നില്ല. അതിനകത്ത് ചില പദങ്ങൾ പറയാം. ഒന്ന്, ബറാക്ക്. ബറാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് ഈ ട്രംപ് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു ബറാക്ക് ഒബാമ. അതുകൊണ്ട് ആ പേര് വളരെ ഫേമസ് ആണ്. ബറാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്ലസ്, അനുഗ്രഹിക്കുക, ടു നീൽ ഡൗൺ, മുട്ടുകുത്തുക, ഇങ്ങനെയാണ് അർത്ഥം. ബറാക്ക് നമുക്ക് ബൈബിളിൽ ധാരാളം, പഴയ നിയമത്തിൽ ധാരാളം സ്ഥലത്ത് നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ബറാക്ക്. വളരെ അധികം കാണുന്ന ബറാക്ക്. ജിജി അബ്രഹാം ഒക്കെ വളരെയധികം അഡ്വാൻസ് ചെയ്ത് ഫോർവേഡ് കളിച്ചത് ഗോൾ അടിച്ചു. ബാറക്ക് മോർ എന്ന് പറഞ്ഞു. ബാറക്ക് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവെ അനുഗ്രഹിക്കണമേ, ബ്ലസ് മീ ഫാദർ എന്നാണ് ഞാൻ ചിന്തിക്കുന്നു. ആയിരിക്കുമോ? ബറാക്ക്
ബറാക്ക് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തുക. പിന്നെ മറ്റൊരു വാക്ക് ഷാഖ. ഷാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാട് വീഴുക, ദണ്ഡ നമസ്കാരം നടത്തുക. പിന്നെ മറ്റൊരു വാക്കാണ് ഹലാൽ. ഹലാൽ അത് നമുക്ക് വളരെ പരിചയമുണ്ട്. ഹലാൽ ചിക്കൻ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലുണ്ട് ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഞാൻ ചിക്കനെ കുറിച്ചല്ല പറയുന്നത്, ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുക. ആ വാക്കിൽ നിന്നാണ് ഹല്ലേലൂയ എന്ന ഒരു പ്രയോഗം എന്ന്. ഹലാൽ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. മറ്റൊരു അർത്ഥം അതിന് ക്ലാമറസ്ലി ഫൂളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദായമാനമായ വിഡ്ഢിത്തം, ശബ്ദമുഖരിതമായ വിഡ്ഢിത്തം. ശബ്ദമുഖരിതമായ വിഡ്ഢിത്തം എന്ന് വേണേൽ നമുക്ക് ഹലാലിന് വേറൊരു അർത്ഥം പറയാം. പിന്നെ അതിന് പൊങ്ങച്ചം പറയുക. ഹലാൽ എന്താണ് പൊങ്ങച്ചം പറയുക? പൊങ്ങച്ചം പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊങ്ങച്ചല്ല, ദൈവത്തിന്റെ പൊക്കം പറയുക, ദൈവത്തിന്റെ പൊങ്ങച്ചം പറയുക. ഹലാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ പുകഴ്ത്തുക എന്ന് മലയാളത്തിൽ വേണം പറയാം, പുകഴ്ത്തുക. ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൂടുതലും സെതറാകളും ഒക്കെ വായിക്കുന്ന സമയത്തും ഒക്കെ ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ തേജസ്സും ഒക്കെ വർണ്ണിക്കുന്നു. അതാണ് ഹലാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറൊരു വാക്യം വായിക്കാം, സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. നമ്മുടെ രാവിലത്തെ പ്രഭാത നമസ്കാരത്തിലെ സങ്കീർത്തനാണ്, 63 സങ്കീർത്തനം. ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അപ്പം അതിനകത്ത് നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. മറ്റൊരു വാക്കാണ് ഷാബാക്ക്. ഷാബാക്ക് എന്ന് പറഞ്ഞാൽ ഷൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷൗട്ട് ചെയ്യുക, അട്ടഹസിക്കുക. ഇത് നമുക്ക് വളരെ പരിചയമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ ഇടയ്ക്ക് മധുബഹായിൽ നിന്ന് ഒരു ആഹ്വാനം കേൾക്കാം, അങ്ങനെ നാം അട്ടഹസിച്ചു പറയണം. ഈ അട്ടഹസിച്ചു പറയണമെന്നുള്ള ആഹ്വാനം വരുന്നുള്ള ആരും അട്ടഹസിക്കുന്നൊന്നും സാധാരണ കേൾക്കാറില്ല. കാരണം ആ സമയത്ത് അട്ടഹസിക്കുന്നത്, കാരണം ഇത് ഒറിജിനലി റൈറ്റ് ചെയ്യപ്പെട്ട സമയത്തും അത് പ്രാക്ടീസ് ചെയ്യപ്പെട്ടപ്പോൾ ആളുകൾ അട്ടഹസിക്കുമായിരുന്നു. അട്ടഹസിക്കണമെന്നാണ്, അട്ടഹസിച്ചു പറയുന്നത്, ശബ്ദം ഉയർത്തി പറയുക. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം, അവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ഷാബാക്ക് എന്ന വാക്കാണ്. 2:21, എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചപ്പോൾ എന്നെ അറിയിച്ച് രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പോൾ ഷബാക്ക് എന്നത് നമ്മുടെ മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുമ്പോൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഷബാക്ക് അട്ടഹസിക്കുകയാണ്, ദാനിയേൽ അട്ടഹസിക്കുകയാണ്. കാരണം ഈ ആ രഹസ്യം, സ്വപ്നത്തിന്റെ രഹസ്യവും സ്വപ്നവും എല്ലാം കൂടെ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പിന്നെ അട്ടഹസിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അട്ടഹസിച്ചു, അതാണ് ഷബാക്ക്. മറ്റൊരു വാക്കാണ് തെഹീല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ പാടുക, സിംഗിങ് സോങ്സ്. അത് പിന്നെ സുറിയാനി സഭയുടെ മുഴുവൻ ലിറ്റർജിയിൽ മോസ്റ്റ് പാർട്ടും എന്താണ്? തെഹീലയാണ്, പാട്ടുകളാണ്. ഇതുപോലെ കീർത്തനങ്ങളുള്ള ഈ എഴുതപ്പെട്ടിരിക്കുന്ന പ്രോസ് പോലും സംഗീതാത്മകമായിട്ട് വായിക്കുന്ന മറ്റൊരു ക്രിസ്തീയ ബ്രാഞ്ച് ഇല്ല. തിയോളജി തന്നെ പൊയറ്റിക്കൽ തിയോളജിയാണ്. പൊയറ്റിക്കൽ തിയോളജി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 3 ലാംഗ്വേജ് ആണ് ഏർലി ക്രിസ്ത്യാനിറ്റിയിലുള്ളത്: സിറിയക്ക്, ലാറ്റിൻ, ഗ്രീക്ക്. ഈ 3 ട്രഡീഷനിലാണ് തിയോളജി പോകുന്നത്. അത് നമ്മൾ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മുകളിൽ നോക്കുമ്പോൾ ആ 3 ലാംഗ്വേജ് നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷ, ലത്തീൻ ഭാഷ, ഗ്രീക്ക് ഭാഷ. 3 ഭാഷകളിലാണ് ക്രിസ്തുവിന്റെ കുരിശിന് മുകളിൽ ആ ബോർഡ് തൂങ്ങിയത്. ആ 3 ഭാഷയിൽ നിന്ന് 3 തിയോളജിക്കൽ സ്ട്രീംസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഹീബ്രു സ്ട്രീമാണ്, അതാണ് അറമൈക്ക് സ്ട്രീം അഥവാ സിറിയക്ക് സ്ട്രീം. അപ്പൊ ആ സുറിയാനി ഭാഷയിൽ നിന്ന് വന്ന ആ സ്ട്രീം പ്യുവർലി പൊയറ്റിക് ആണ്, ഹൈലി പൊയറ്റിക് ആണ്. പൊയറ്റിക്കൽ തിയോളജിയാണ് സുറിയാനി സഭയുടെ, സുറിയാനി ഭാഷയുടെ. എന്നാൽ ഗ്രീക്ക് ഭാഷയിലെ ഫിലോസഫിക്കൽ തിയോളജിയാണ്, തത്വചിന്താപരമായ ദൈവശാസ്ത്രം, തത്വചിന്താപരമായ ഫിലോസഫിക്കൽ തിയോളജിയാണ്. എന്നാൽ ലാറ്റിൻ ലാംഗ്വേജിന്റെ ആ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ തിയോളജിയാണ്. ജുഡീഷ്യലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ ദൈവശാസ്ത്രമാണ്, ജുഡീഷ്യൽ വ്യൂ ആണ്.
അപ്പൊ ഇങ്ങനെ 3 തിയോളജിക്കൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പം സിംഗിങ് സോങ്സ്, അതാണ് ടെഹീല. അപ്പൊ ടെഹീലയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ടെഹീല എന്ന വാക്ക് നമുക്ക് 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കാണാം. ഞാൻ യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് കേട്ടു. ഞാൻ നമ്മുടെ ദൈവത്തിന് പുതിയൊരു പാട്ടു, എന്റെ ദൈവത്തിന്റെ സ്തുതികൾ തന്നെ. ദാവീദ് ടെഹീലയാണ്, ദാവീദ് കിന്നരവുമായിട്ടാണ് ടെഹീല. കൈകൾ ഉയർത്തുക, സ്തുതിബലി അർപ്പിക്കുക. അടുത്ത വാക്കാണ് ടോഡ. ടോഡ എന്ന വാക്കിന്റെ അർത്ഥം ചുറ്റി നടക്കുക. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ പ്രദക്ഷിണം വെക്കുക. അത് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ടോഡ കാണാം. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുത, ഇങ്ങനെയൊക്കെയുള്ള പാട്ടും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ കാണുന്നത്? അവിടെ ഒരു പ്രദക്ഷിണം കാണുന്നുണ്ട്, ത്രോണോസിന് ചുറ്റും. അല്ല, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണമുണ്ട്, പള്ളിക്കകത്ത് പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണം ഈ സുറിയാനി ആരാധനയുടെ ഒരു ഭാഗമാണ്. ആ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ടോഡയാണ്. ടോഡ എന്ന് പറഞ്ഞാൽ ഇത് എബ്രായ പാരമ്പര്യത്തിലുള്ള കാര്യമാണ്. അവരാരാധിക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ നടന്ന് ഒക്കെ ആരാധിക്കുമായിരുന്നു, അവരുടെ ആരാധന. പിന്നെയുള്ളത് സാമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്, തപ്പും കിന്നരവുമായുള്ള തപ്പുകളാലും കിന്നരങ്ങളാലും ചതുരത്തപ്പുകളാലും കൈത്താളങ്ങളാലും വാദ്യങ്ങളാലും ദൈവത്തെ സ്തുതിപ്പിൻ. സമാർ ഇങ്ങനെ പല പല വാക്കുകളുണ്ട്. ഞാൻ 58 വാക്കുണ്ട്. അത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഞാൻ സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അതില് ബറാക്ക് എന്ന വാക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അവിടേക്ക് നമ്മൾ പോവാണ്. ബറാക്ക് എന്ന വാക്ക് ഞാൻ പറഞ്ഞു മുട്ടുകുത്തുക. നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഗോഡ് ബ്ലസ്ഡ് ദം, ഗോഡ് ബ്ലസ്ഡ് ആദം. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? ഗോഡ് ബറാക്ക് ആദം. ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം ആദാമിന്റെ അടുക്കിലേക്ക് കുനിഞ്ഞു വന്നു. അതിന്റെ അർത്ഥം അങ്ങോട്ട് താന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം, അത് ലിറ്ററലി നമ്മൾ മനസ്സിലാക്കിയാൽ ഗോഡ്, ഇപ്പൊ നിങ്ങൾ എന്നോട് വേണമെങ്കരുത്, ഗോഡ് വർഷിപ്ഡ് ആദം. ഗോഡ് വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉന്നതനായതുകൊണ്ടോ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടോ അല്ല. ഒരു നവജാത ശിശുവിന്റെ അടുക്കൽ ആ പിതാവ് മുട്ടുകുത്തിയിരുന്ന് ആ കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ, ആ കൈകളിൽ ഏന്തി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ആ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ. അതുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബറാക്ക്. ചുംബിക്കുക എന്നർത്ഥമുണ്ട് ബറാക്കിന്. മുട്ടുകുത്തുക എന്നും ചുംബിക്കുക എന്നും അർത്ഥമുണ്ട്. ടു കിസ്. അതാണ് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുകയും. ടു കിസ്, അഡോറേഷൻ ആണ്. ആ അഡോറേഷൻ നമ്മൾ കാണുകയാണ് ഈ ഉൽപ്പത്തി പുസ്തകം. ബറാക്ക് എന്ന വാക്ക് ഞാൻ ആ സന്ദർഭം പറഞ്ഞതേ ഉള്ളൂ. സങ്കീർത്തനങ്ങൾ 95 നമ്മൾ വായിക്കുന്നുണ്ട്, വരുവിൻ നാം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുക, നമുക്ക് അവനെ വണങ്ങി നമസ്കരിക്കാം. അപ്പൊ ആരാധനയിലെ ഒരു ഹല്ലേലൂയ സുറിയാനി വാക്കാണോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അവര് സന്തോഷം വരുമ്പം, എബ്രായ വാക്കാണ്, സന്തോഷം വരുമ്പം അവര് ഉച്ചരിക്കുന്നതാണ് ഹല്ലേലൂയ. നമ്മൾ ഏകദേശം സബാഷ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിന് സ്തുതി, അത്രമാത്രം സന്തോഷം വരുമ്പോൾ പ്രയോഗിക്കുന്ന ഒന്നാണ് ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിൽ റോഷൻ ജോർജ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പഴയ നിയമത്തിൽ ഇതിപ്പം അത് വലിയൊരു വിഷയമാണ്. ഹല്ലേലൂയയെ പറ്റിയൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിന്റെ അർത്ഥം ആർക്കും അറിയത്തില്ല, ഇന്നുവരെയും ആർക്കും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ സ്റ്റോറികളുണ്ട് ഹല്ലേലൂയയെ പറ്റി.
ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയ്ക്ക് സ്തുതി എന്നാണ്. ഇപ്പം ഈ യാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവ എന്ന വാക്കൊക്കെ പിന്നീട് ഉണ്ടായതാ. ആ വാക്കാർക്കും അറിയത്തില്ല എന്താണ് YHWH. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്. YHWH എന്ന് പറഞ്ഞാൽ വൗവൽസ് ഇല്ല. ഈ എബ്രായ ഭാഷ എഴുതപ്പെട്ടുകൊണ്ടിരുന്ന വൗവൽസ് ഇല്ലാതെയാണ്, കൺസണൻസ് മാത്രമാണ്. കൺസണൻസ് മാത്രം എഴുതി നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. വൗവൽസ് ആണ് നമ്മളെ ഭാഷ വായിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ടെക്സ്റ്റ് എടുക്കുക, അതിനകത്ത് AEIOU കംപ്ലീറ്റ് എടുത്ത് കളയുക. പിന്നെ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം, ഇപ്പം RMKLD SNK എന്ന് എഴുതുന്നത് നിങ്ങൾ എങ്ങനെ വായിക്കും? RMKLD SNK. ഇതാ നിങ്ങൾക്കൊരു പേപ്പർ കിട്ടി, അത് എഴുതിക്കുന്ന RMKLD SNK. അപ്പം ഒന്നും വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ സംഭവം അറിയാവുന്ന ആൾക്ക് അത് കാണുമ്പോൾ അറിയാം. വൗവൽസ് ഇട്ട് കൊടുക്കും. RM എന്നുള്ളതിനിടയ്ക്ക് 2 A ഇടും. അപ്പൊ രാമ, കിൽഡ്, സ്നേക്ക്, കണ്ടോ? അപ്പൊ അവിടെ കുറച്ച് വൗവൽസ് ഇട്ട് കഴിയുമ്പോൾ അത് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ RMKLD SNK. ഈ രീതിയിലാണ് എബ്രായ ബൈബിൾ എഴുതപ്പെട്ടത്. എബ്രായ ബൈബിളിൽ വൗവൽസ് ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? വായിച്ചുകൊണ്ടിരുന്നു. വായിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് എന്താണെന്നറിയാം. പിന്നെ അവൻ വായിക്കുമ്പോൾ വൗവൽസ് ഇല്ലേലും വായിക്കാം. അപ്പൊ വൗവൽസ് ഇല്ലാതെയാണ് പണ്ട് എഴുതിക്കൊണ്ടിരുന്നത്. വൗവൽസ് ഇല്ലാതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വായിച്ചു വരുമ്പോൾ ഇത് വായിച്ച് ശീലം പഴക്കം. അതപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ, ഒരു ഔട്ട്സൈഡർ വന്നാൽ, ആ ആൾക്ക് ഈ ടെക്സ്റ്റ് കിട്ടിയാലും വായിക്കരുത്. അതാണ് ഇറ്റ്സ് എ കോഡിങ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോഡിങ്. കാരണം പുറത്തുള്ളവർ വായിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പുറത്തുള്ളവർക്ക് ഇത് വായിക്കാൻ പറ്റത്തില്ല, കാരണം വൗവൽസ് ഇല്ല. ഒരു സീക്രട്ടാണ്. ഇത് വായിച്ച് ചെറുപ്പം മുതൽ കേട്ടവർക്ക് മാത്രമേ ഇത് വായിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അവര് എന്ത് ചെയ്യും? വായിച്ച് വരുമ്പോൾ ദൈവത്തിന്റെ കാര്യം എഴുതിയിരിക്കുമ്പം അവിടെ സ്കിപ്പ് ചെയ്യും. ദൈവത്തിന്റെ നാമം വായിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് ക്രമേണ ഈ ദൈവത്തിന്റെ നാമം വായിക്കത്തില്ല. YHWH എന്നാണ്. എന്ന് പറഞ്ഞാൽ YHWH എന്നല്ല, ഇംഗ്ലീഷ് ഹീബ്രു W അങ്ങനെയല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി YHWH എന്ന് പറയുന്നതാണ്. അപ്പൊ YHWH അതിനോട് സിമിലർ ആയിട്ട് വരുന്ന. അപ്പൊ YHWH എന്നുള്ളത് നമ്മൾ വൗവൽസ് ഇല്ലാതെ വായിച്ചാൽ എങ്ങനെ ഇരിക്കും? വൗവൽസ് ഇല്ലാതെ YHWH വായിച്ചാൽ ഇതാണ്. അപ്പം വൗവൽസ് ഇല്ലാതെ ഇത് വായിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഇങ്ങനെ വായിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസമാണ്. മനസ്സിലായോ? ശ്വാസം, ബ്രീത്ത്, നമ്മുടെ വെരി ബ്രീത്ത്. നമ്മുടെ ഓരോ ശ്വാസവും ദൈവമാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ആ ദൈവത്തെ അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ഈ പഴയ നിയമകാലത്ത് ഈ സമാഗമന കൂടാരം തഹശു തോൽ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. തഹശു തോൽ കൊണ്ട്. അപ്പൊ അന്ന് ഈ സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾക്കറിയാം, സമാഗമന കൂടാരത്തിന്റെ അടുത്ത് ചെല്ലുമ്പം ഈ നിങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് ഈ കൊല്ലന്റെ ആലയിൽ ചെല്ലുമ്പോൾ അവിടെ ഓരോ ഒലയുണ്ട്, ഈ തോലൊക്കെ വെച്ചിങ്ങനെ. അപ്പൊ അതിങ്ങനെ ഈ പൊക്കുമ്പോൾ ഇങ്ങനെ ഒരു സഞ്ചിയുണ്ട്, അതിങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ ചൂളയിലേക്ക് തീ പോകുന്നത്, അല്ല ചൂളയുടെ തീയിലേക്ക് ഓക്സിജൻ പോകുന്നത്. അപ്പൊ അതുപോലെ ഈ വീർത്തിരിക്കുകയാണ് ഈ സമാഗമനം കൂടെ തഹശു തോൽ പൊതിഞ്ഞ്. അപ്പൊ അതിനടുത്തൂടെ നടക്കുന്ന ചില സമയത്ത് ഇതിങ്ങനെ ഈ സമാഗമനം കൂടാരം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഇങ്ങനെ കേൾക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഒരു യഹൂദൻ സമാഗമന കൂടാരത്തിന്റെ അടുത്തിരുന്നത്. കാരണം അവിടെ നിൽക്കുമ്പം യഹോവയുടെ കാറ്റിന്റെ സ്പന്ദനം അറിയാൻ കഴിയും. ഹാർട്ട് ബീറ്റ് പോലെ അങ്ങനെയായിരുന്നു. അവരുടെ ആ പാളയത്തിന്റെ നടുവിലിരുന്ന ദൈവ സാന്നിധ്യം പകല് മേഘസ്തംഭമായും രാത്രി അത്തിത്തൂണായും അവരെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന ആ സമാഗമന കൂടാരം അത് ജീവനുള്ള ആലയമായിരുന്നു. കാരണം അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഒരു ഇസ്രായേലിന് ആ സമാഗമന കൂടാരത്തിന് അടുത്തൂടെ ചെല്ലുമ്പോൾ ചില സമയത്ത് അവന് കേൾക്കാൻ പറ്റുമോ? ഈ സമാഗമന കൂടാരം ഇങ്ങനെ അനങ്ങും. പറഞ്ഞാൽ അത്ര ലിവിങ് പ്രസൻസ് അവരുടെ നടുവിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ നടന്നത്. അത്രമാത്രം ആ ജീവിക്കുന്ന സാന്നിധ്യം അവരുടെ നടുവിലിരുന്നു. ആ സാന്നിധ്യത്തെ അനുഭവിച്ചാണ് അവര് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പൊ അവിടുന്ന് വന്നിട്ടാണ് ഇവിടെ നമ്മൾ ഇരുന്ന് ഇതൊരു സങ്കല്പം, ഒരു കെട്ടുകഥ, ഒരു തോന്നലും ഒക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നത്. എത്രമാത്രം നമ്മൾ അവിടുന്ന് അകന്നു പോന്നു എന്ന് മനസ്സിലാക്കുക. എത്രമാത്രം ജീവിക്കുന്ന സാന്നിധ്യം. അതിനേക്കാൾ ഒരു ബെറ്റർ ലൈഫാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. കാരണം അവരെക്കാൾ മികച്ചതൊന്ന് നമുക്ക് തന്നിരിക്കുന്നു. അതെന്താ സംഭവം? ക്ലിയർ ആക്കാമോ? എന്താണ്? ഒരു സെക്കൻഡ്. തോമസ് പുന്നൂസ് മറ്റെന്തോ കാര്യമാണ് പറയുന്നത്. ബാരഷീത്ത് ഈ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്ന കാര്യമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പൊ മുട്ടുകുത്തി ആരാധിക്കുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളെ ഒക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പൊ മുട്ടുകുത്തി നമസ്കരിക്കുക ബറാഖ്, സാഷ്ടാംഗം നമസ്കരിക്കുക ഷാഖ. ഇതാണ് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഒരു മാതൃക നമ്മൾ കാണുകയാണ്. വേറെ ഒരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 29:29. യാഗം കഴിച്ചു തീർന്നപ്പോൾ രാജാവും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വണങ്ങി നമസ്കരിച്ചു. അപ്പൊ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്ന ബിബ്ലിക്കൽ പാറ്റേൺ മുട്ടുകുത്തി ആരാധിക്കുക എന്നുള്ളതാണ് ബിബ്ലിക്കൽ പാറ്റേൺ. യെശയ്യാ 45:23. എന്നാണ് എന്റെ മുമ്പിൽ ഏതു മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. അപ്പം ഇവിടെ പറയാണ് ഏത് മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. ഇത് നമ്മൾ പുതിയ നിയമത്തിൽ ഇതേ വാക്യം വായിക്കുന്നുണ്ട്. റോമാലേഖനം 14-ാം അധ്യായത്തിൽ ഞാൻ ഭാഗം വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായം 11-ാം വാക്യം. എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് റോമാലേഖനം 14:11. ഇതേപോലെ വാക്യം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ദൈവം അവനെ ഏറ്റവും ഉയർത്തി, അവൻ എല്ലാ നാമത്തിലും മീതെയുള്ള നാമം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ മുഴങ്കാലും, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പിതാവായ ഫോർ ദ ഗ്ലോറി ഓഫ് ദ ഗോഡ് ദ ഫാദർ. ഇപ്പൊ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെയെല്ലാം കാണുന്നത് മുട്ടുകുത്തിയാണ് ആരാധിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഭൂമിയിൽ പുഷ്ടിയുള്ളവരെല്ലാം ഭക്ഷിച്ചാരാധിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഈ മുട്ടുകുത്തി അവനെ ആരാധിക്കും എന്നാണ്. വേറെ ഒരു വാക്യം നമ്മൾ വായിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 27. അവർ ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് പടയാളികൾ പരിഹാസരൂപേണ അവനെ ആരാധിക്കുകയാണ്. അപ്പോൾ ആ പരിഹാസരൂപേണ ആരാധിക്കുമ്പോൾ അവരും മുട്ടുകുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ട്രൂ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തുകയാണ്. അതാർക്കറിയാം? കളിയാക്കാൻ വന്ന പടയാളികൾക്കും അറിയാം. കളിയാക്കാൻ വന്ന പടയാളികൾക്കും അത്
അറിയാം. ഇനി വേറൊരു വാക്യം ഞാൻ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ knelt down before him. ഇത് ഭൂതബാധിതനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾക്കറിയാം എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. അതാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങും. ഭൂതം യേശുവിനെ കാണുമ്പോൾ ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യാം? മുട്ടുകുത്തി നമസ്കരിക്കുകയാണ്. ഫോം ഓഫ് വർഷിപ്പ്. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മാത്രമല്ല, ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണുകയാണ്. ഇനി മറ്റൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? മുട്ടുകുത്തി. ഇനി വേറൊരു വാക്യം ഞാൻ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ പെരുത്ത മീൻകൂട്ടം പടകിൽ കിട്ടുകയാണ്, പടകിലേക്ക് മീൻ വലിച്ചു കയറ്റുകയാണ്. അടുത്തത് ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. യേശുവിന്റെ കാൽക്കൽ വീണ് മുട്ടുകുത്തി വീഴുകയാണ്. അതാണ് വർഷിപ്പ്, ഫോം ഓഫ് വർഷിപ്പ്. മുഴങ്ങാൽ മടക്കിയാണ് ആരാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം. അല്ല, 16-ാം വാക്യം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. അതിന്റെ മുട്ടുകുത്തി ആരാധിച്ചു. അപ്പൊ മുട്ടുകുത്തിയാണ് ആരാധിക്കുന്നത്. നമുക്ക് ധാരാളം ഉദാഹരണമുണ്ട്. ഇനി യേശു എങ്ങനെയാണ് ആരാധിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 41-ാമത്തെ വാക്യം. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവെ, കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇത് വളരെ വിവാദമുള്ള ഒരു വാക്യമാണ്. ഈ വാക്യത്തിന് വിശദീകരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആ ദൈവത്വവും മനുഷ്യത്വം എങ്ങനെയാണ് സമ്മേളിച്ചത്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അടുത്ത ദിവസത്തെ ഒരു ലൈവിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ വർഷിപ്പിന്റെ സംശയം മാറും. ഒരു വാക്യമോ ഒരു സംശയമോ നമ്മളിവിടെ വെറുതെ വിടത്തില്ല. സകല വാക്യങ്ങളും സകല ചോദ്യങ്ങളും അഡ്രസ് ചെയ്യപ്പെടും. എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തി 7:60 അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അപ്പം സ്തേഫാനോസ് കല്ലേറ് കൊണ്ടോണ്ടിരിക്കുകയാണ്. കല്ലേറ് കൊണ്ട് മരിക്കാൻ പോകുന്ന സമയത്ത് അവൻ ലാസ്റ്റ് ചെയ്ത ഫൈനൽ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകുത്തുകായിരുന്നു. ഇത് എബ്രായ പാരമ്പര്യമാണ്. ഇത് ഏർലി കർത്താവിന്റെ ശിഷ്യന്മാരുടെ പാരമ്പര്യമാണ്. ഏർലി ചർച്ചിന്റെ പാരമ്പര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് 3 പാരമ്പര്യം ഞാൻ പറഞ്ഞു. 1 ഹീബ്രു ട്രഡീഷൻ, എബ്രായ പാരമ്പര്യം. 2 കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും പാരമ്പര്യം. 3 ഏർലി ചർച്ചിന്റെ പാരമ്പര്യം. ഞാൻ വായിക്കാം വേറൊരു വാക്യം. അപ്പോസ്തലപ്രവൃത്തി 20 ഏർലി ചർച്ച് 36. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരോട് എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. അപ്പോസ്തലനായ പൗലൂസാണ്. അപ്പൊ ഏർലി ചർച്ചിലും ഇതായിരുന്നു പ്രാക്ടീസ്. നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചാൽ എവിടെയൊക്കെ ആളുകൾ ആരാധിക്കുന്നത് എല്ലാം മുട്ടുകുത്തിയാണ് ആരാധിക്കുന്നത്. ആരാധനയുടെ ഫോം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി, മുഴങ്കാൽ മടക്കി നമസ്കരിച്ചാണ് ആരാധിക്കുന്നത്. പുതിയ നിയമത്തിൽ വന്ന യേശുക്രിസ്തു, തന്റെ ശിഷ്യന്മാര്, ആദിമ സഭ, ഇതെല്ലാം മുട്ടുകുത്തിയാണ് ആരാധിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മീൻ നാറുന്ന പടകിൽ പത്രോസ് മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം, പക്ഷേ അവിടെ മുട്ടുകുത്തുകയാണ്. ഇനി നമ്മൾ സ്വർഗത്തിലോട്ട് നോക്കിയാൽ മിന്നുന്ന സ്വർഗത്തിൽ എങ്ങനെ ആരാധന? ഇത്ര നല്ല കുഷ്യൻ സോഫയിലൊക്കെ ഇട്ടിരുന്ന അപ്പൊ പറയാ, ആ സിംഹാസനത്തിൽ ഇരുന്ന് 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇട്ടിട്ട്
മുഴങ്കാൽ മടക്കി അവനെ നമസ്കരിച്ചു. അപ്പൊ താഴെ മീൻ നാറുന്ന പടകിലാണെങ്കിലും ഉയരെ മിന്നിത്തിളങ്ങുന്ന സ്വർഗത്തിലാണെങ്കിലും ആരാധന മുട്ടുകുത്തിയാണ്. ഈ പാരമ്പര്യം, സ്വർഗീയ പാരമ്പര്യം, ആദിമസഭയുടെ പാരമ്പര്യം, അപ്പസ്തല ഗണത്തിന്റെ പാരമ്പര്യം, യേശുവിന്റെ ശിഷ്യഗണത്തിന്റെ പാരമ്പര്യം, എബ്രായ പാരമ്പര്യം, ബിബ്ലിക്കൽ പാറ്റേൺ, ഇതെല്ലാം അനുസരിച്ച് മുട്ടുകുത്തിയാണ് ആരാധന. ഈ ആരാധനാ പാരമ്പര്യമാണ് നമ്മൾ സുറിയാനി സഭയിലെ മുട്ടുകുത്തിൽ കാണുന്നത്. ഇപ്പൊ നമുക്ക് ഒരാഴ്ച കൂടെ കഴിയുന്ന സമയത്ത് മുട്ടുകുത്ത് ഫ്രീക്വന്റ് ആവും, ഒരുപാട് മുട്ടുകുത്തും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, എനിക്ക് മുട്ടുകുത്താൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ലൈവ് പറഞ്ഞപ്പോൾ സന്തോഷം വന്ന ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, പാസ്റ്ററെ കണിശമായിട്ട് ആ മുട്ടുകുത്തിന്റെ കാര്യം ഒന്ന് പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് കൃത്യമാണ്, ഇതാണ് ആരാധന. ഈ ആരാധന ഫോം അവിടുന്ന് എബ്രായ പാരമ്പര്യത്തിൽ നിന്ന് അതേപതി അടപടലെ അടിച്ചു മാറ്റിയ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഇസ്ലാം സഹോദരന്മാർ. അവരുടെ വർഷിപ്പ് നിങ്ങൾ നോക്കൂ, വേൾഡിൽ എവിടെയും അവർ മുട്ടുകുത്തിയാണ്. വഴി സൈഡാണെങ്കിലും റെയിൽവേ പ്ലാറ്റ്ഫോം ആണെങ്കിലും മരത്തിന്റെ ചുവടാണെങ്കിലും അവര് ഒരു മാറ്റവും കാണുന്നില്ല. അവര് മുട്ടുകുത്തിയാണ് ആരാധിക്കുന്നത്. അക്കാര്യത്തിൽ അവരുടെ ആ കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ. ഇനി നമ്മുടെ യേശുക്രിസ്തുവിന്റെ സ്വന്തക്കാരായ ആളുകളുണ്ട്. ഓ എന്റെ പൊന്നെ, നമ്മുടെ യേശുവിന്റെ ഉണ്ടല്ലോ, യേശുവിന്റെ സ്വന്തക്കാര് പെന്തക്കോസ്തുകാർ, അവരുടെ ആരാധനകളിലേക്ക് നമുക്ക് നോക്കാം. യാതൊരു ഓർഡറുമില്ല, അലറുകയും കാറുകയും കീറുകയും ഒക്കെ ചെയ്യുന്നത്. എഴുന്നേറ്റ് നിന്ന് വികൃതമായ രീതിയിൽ ശരീരം ചലിപ്പിക്കുക, അതൊക്കെ മോഡേൺ ആണ്, നല്ലതാണ്, മോഡേൺ ആണ്. നമ്മൾ മോഡേൺ ആകുമ്പോൾ മോഡേൺ ആണ്, ദാറ്റ്സ് ഇറ്റ്, കുഴപ്പമില്ല. പക്ഷെ അതൊരു ബിബ്ലിക്കൽ പാറ്റേൺ ആണ്. പെന്തക്കോസ്ത് സഭകളിൽ പോകുന്ന നിങ്ങൾ എവിടെയെല്ലാം മുട്ടുകുത്തുന്നുണ്ടോ? കുമ്പിട്ട് ആരാധിക്കുന്നുണ്ടോ? കുമ്പിട്ട് ആരാധിക്കുന്നതാണ് ആരാധന. കുമ്പിട്ട് ആരാധിക്കുന്ന, അബ്രഹാം ആരാധിച്ചത് കുമ്പിട്ടാണ്, ഇസഹാക്ക് ആരാധിച്ചത് കുമ്പിട്ടാണ്, യാക്കോബ് ആരാധിച്ചത് കുമ്പിട്ടാണ്, ഏലിയാവ് ആരാധിച്ചത് കുമ്പിട്ടാണ്, ദാനിയേൽ ആരാധിച്ചത് കുമ്പിട്ടാണ്, യെഹസ്കേൽ ആരാധിച്ചത് കുമ്പിട്ടാണ്, യേശു ആരാധന അർപ്പിച്ചത് കുമ്പിട്ടാണ്, പത്രോസ് ആരാധിച്ചത് കുമ്പിട്ടാണ്, പൗലൂസ് ആരാധിച്ചത് കുമ്പിട്ടാണ്, നിത്യജീവൻ പ്രാപിക്കാൻ തിരക്കി വന്ന ചെറുപ്പക്കാരൻ ആരാധിച്ചത് കുമ്പിട്ടാണ്, യേശുവിനെ പരിഹസിച്ചവർ പരിഹസിച്ച് ആരാധിച്ചതും കുമ്പിട്ടാണ്, യേശുവിനെ ആരാധിച്ചവർ പരിഹസിച്ച് ആരാധിച്ചതും കുമ്പിട്ടാണ്. ഇനി ഭൂതങ്ങൾ പോലും അവനെ ആരാധിച്ചത് കുമ്പിട്ടാണ്. മീൻ നാറുന്ന പടകിലും ആരാധന കുമ്പിട്ടാണ്, മിന്നിത്തിളങ്ങുന്ന സ്വർഗത്തിലും ആരാധന കുമ്പിട്ടാണ്. ഈ കുമ്പിട്ടുള്ള ആരാധനയിൽ നിന്ന് എക്സംഷൻ ഉള്ളത് ആർക്കാണ്? അത് ഇവിടെയാണ്, യേശുവിന്റെ സ്വന്തക്കാരാണ്. നമുക്ക് കുഴപ്പമില്ല, ബായ് വെച്ച് നമ്മളങ്ങനെ പോവാണ്. നമുക്കിപ്പോ കുമ്പിട്ട് ആരാധിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാം സ്വന്തക്കാരാണ്. യേശുവിന്റെ സ്വന്തക്കാർ. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്, ഈ ആരാധനാ മാതൃക, ഈ പിതാക്കന്മാരുടെ മാതൃക, ഈ അത്യുദാത്തമായ അത്യുത്കൃഷ്ടമായ ഈ മാതൃക സുറിയാനി സഭയുടെ ലിറ്റർജിയിലുണ്ട്. അതിനകത്ത് കുമ്പിട്ട് ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ പുതിയ സഭകൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, അങ്ങനെ ഒരു പതിവുമില്ല. നമ്മൾ കുമ്പിട്ടാണ് ആരാധിക്കുന്നത്. കുമ്പിട്ടാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മുടെ പേഴ്സണൽ ആരാധനയിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും കർത്താവിനെ ആരാധിക്കണോ, നിങ്ങൾ ഓരോ ദിവസവും അവന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കണം. ആ ആരാധനയിലാണ് അനുഗ്രഹം. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആരാധിച്ചിട്ടില്ല,
നിങ്ങൾ ചുമ്മാ എന്തൊക്കെയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ആരാധിക്കണമെങ്കിൽ, ആരാധന എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തുമ്പോഴാണ് ആരാധന ഉണ്ടാകുന്നത്. ആ മുട്ടുകുത്തുമ്പോഴാണ് ആരാധന ഉണ്ടാകുന്നത്. മുട്ടുകുത്തുന്നതിന് ഒരിക്കലും ആരാധന ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആരാധിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. നമ്മൾ ആരാധിച്ചോ ഇല്ലയോ. ആരാധന എന്ന് പറഞ്ഞാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കുക. ഞാൻ ധാരാളം എക്സാമ്പിൾ വായിച്ചു. ഇനി വാക്യങ്ങൾ വായിക്കാനാണെങ്കിൽ നൂറുകണക്കിന് വാക്യങ്ങളുണ്ട്. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലായിടത്തും, പഴയ നിയമത്തിലായെങ്കിലും പുതിയ നിയമത്തിലായെങ്കിലും ഇനി വെളിപ്പാട് പുസ്തകത്തിൽ വരെ, വരുവാനുള്ള രാജ്യത്തിലും സ്വർഗത്തിലും എല്ലാം ആരാധന മുട്ടുകുത്തിയാണ്. ഇനി ചിലപ്പോൾ ചില ആളുകൾ എക്സ്ക്യൂസുമായിട്ട് വരും, അത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും നമുക്കില്ല, നമുക്ക് എന്തും ചെയ്യാം, എക്സ്ക്യൂസുകൾ ഒക്കെ ആയിട്ട് വരും. അപ്പൊ അതിനാണ് ഞാൻ ഈ ഇത് കൊണ്ടുവന്നത്. ഏതാ സ്വർഗത്തിലെ ആരാധനയും കാണിച്ചത്. സ്വർഗത്തിലെ ആരാധനയുടെ മാതൃകയും കുമ്പിട്ടാണ്. അപ്പൊ നമ്മൾ കുമ്പിട്ടാണ് ആരാധിക്കേണ്ടതെന്ന് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അപ്പൊ ഓർഡർ, ഇനി അടുത്ത ഒരു വിഷയമാണ് ഈ ഓർഡർ. ഇപ്പം നമ്മൾ കണ്ടു, പിന്നെ വട്ടത്തിൽ നടക്കുക, പിന്നെ കൈകൾ ഉയർത്തുക, മുഴങ്കാൽ മടക്കുക, നെടുമ്പാട് വീഴുക, ഇതെല്ലാം ആരാധനയുടെ ഡിഫറെന്റ് ഫോംസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആരാധനയ്ക്ക് പല രീതിയിൽ ആരാധിക്കാം. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം, കൈകൾ ഉയർത്തി ആരാധിക്കാം, മുഴങ്കാൽ മടക്കി ആരാധിക്കാം, നെടുമ്പാട് വീണ് ആരാധിക്കാം. പക്ഷെ ഈ ആരാധനയിലെല്ലാം ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ടത്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മുഴങ്കാൽ മടക്കിയുള്ള ആരാധന. അതാണ് ഏറ്റവും പ്രാഥമിക രൂപം ആരാധനയുടെ. ആ പ്രാഥമിക രൂപത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ബാക്കിയെല്ലാം ചെയ്യാം. അപ്പൊ വട്ടത്തിൽ നടന്ന് ആരാധിക്കാം. അപ്പം ഈ പറയുന്ന മോഡേൺ ആരാധനകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് ക്ലബ്ബ് വർഷിപ്പാണ്. നൈറ്റ് ക്ലബ്ബ് വർഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡാൻസ് ബാറുകൾ, അല്ലെങ്കിൽ ഡിസ്കോത്തെ പല പേരുകൾ അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഡാൻസ് ബാർ എന്ന് പറയും, ഇന്ത്യയിലൊക്കെ. ഇപ്പൊ കൊച്ചിയിൽ അങ്ങനത്തെ ഒരെണ്ണം അത്യാവശ്യമായിട്ട് തുടങ്ങണമെന്ന് നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്ന പോലീസ് ഓഫീസർ ആവശ്യപ്പെട്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇവിടെ കണ്ടിട്ടൊരു അത്യാവശ്യം വേണ്ട ഒരു സാധനം അതാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളത് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഡിസ്കോത്തേക്കകത്ത് DJ എന്ന് പറയും, ഡിസ്കോ ജോക്കി എന്ന് പറയുന്ന ആള് ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഈ പിന്നെ ടെമ്പോ കൂട്ടി ഓരോ ഡിസ്കോ ഇങ്ങനെ വെക്കും. അപ്പം ആ ഡിസ്കോയ്ക്ക് ഇതിൽ ഇങ്ങനെ ആണും പെണ്ണും എല്ലാം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മൂപ്പിച്ച് കൊടുക്കും. അപ്പൊ ഡിസ്കോ ജോക്കി എന്ത് ചെയ്യും? ഇതിന്റെ സ്പീഡ് കൂട്ടും. അപ്പൊ അതിനിടയ്ക്ക് മയക്കുമരുന്നൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുത്തി, അപ്പൊ ഇതിന്റെ സ്പീഡ് കൂട്ടി. ഇത് തന്നെയാണ് ഈ പെന്തക്കോസ്ത് സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്പീഡ് അവസാനം കൂട്ടുകയാണ്. സ്പീഡ് കൂട്ടി ഇങ്ങനെ ഒരു ഓർഡർ ഇല്ല. ആ താളത്തിന് ഓർഡർ ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന് ഓർഡർ, ക്രമം. നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു എല്ലാവരും, ക്രമം. രണ്ട് ക്രമരഹിതം, ക്രമം കെട്ടവർ. അപ്പൊ ക്രമവുമുണ്ട്, ക്രമം കെട്ടതുമുണ്ട്. ഋതം. ഈ പ്രപഞ്ചത്തിനൊരു ഋതമുണ്ട്. ഈ ഭൂമി കറങ്ങുന്നതിനൊരു ഋതമുണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ക്രമമായിട്ടാണ് വരുന്നത്. നമുക്കറിയാം, ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ ചൂട് വരുന്നു, ജൂൺ ആകുമ്പോൾ മഴ വരുന്നു. ഇതങ്ങനെ പെന്തക്കോസ്തുകാരായിരുന്നു ഇത് നടത്തിയിരുന്നല്ലോ. എപ്പോൾ മഴ വരുമെന്ന് ആർക്കറിയാം, എപ്പോൾ ചൂട് വരുമെന്ന് ആർക്കറിയാം. അങ്ങനെയല്ല, അവനവന് തോന്നുന്ന പോലെയാണ്. ഒരുത്തന് പ്രവചിക്കണമെന്ന് അവൻ പ്രവചിക്കും, മറ്റവൻ പ്രസംഗിക്കണമെന്ന്. ഇതിന് ഓർഡർ ഇല്ല. ഇപ്പൊ യാക്കോബായക്കാരുടെ കുർബാന എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഓർഡർ ഉണ്ട്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. അപ്പൊ അടുത്ത എന്നാന്ന് ഈ താഴെ നിൽക്കുന്നവർക്കൊക്കെ അറിയാം. അത് പാടില്ല. എപ്പോൾ എന്ത് സംഭവിക്കുന്ന ആർക്കും പറയത്തില്ല, തോന്നിയാസമാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ഓർഡർ ഒന്നുമില്ല. അപ്പൊ ഓർഡർ ഉണ്ടാകാൻ പാടില്ല. ക്രമം കെട്ടവരോട് അകന്നുകൊള്ളണമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പൊ ക്രമം കെട്ട പരിപാടികൾ നടത്തണം എന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ ക്രമം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ വേൾഡിൽ രണ്ട് ശക്തികളാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ക്രമത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ സകലതയിനെയും ക്രമീകരിക്കാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതാണ് ദൈവവും ദൈവത്തോട് കൂടെയുള്ളവരും. അതാണ് സകലതും ആദിയിലെ പോലെ ആക്കുക എന്ന് പറയുന്നത്. കാലസമ്പൂർണതയുടെ വ്യവസ്ഥയിലേക്ക് ഇത് പോകുമ്പോൾ സകലതും ഓർഡറിലാണ്. എല്ലാത്തിനും ഒരു താളമുണ്ട്, എല്ലാത്തിനും ഒരു ലയമുണ്ട്, എല്ലാത്തിനും ഒരു ലയവിന്യാസമുണ്ട്. അപ്പം താളം,
ശ്രുതി, ലയം ഇതെല്ലാം ഒരുമിച്ച് വരികയാണ്. അതൊക്കെ ദൈവികമാണ്. അങ്ങനെ താളനിബദ്ധമായ, ശ്രുതിമധുരമായ, ലയലാസ്യമായ സംഗീതത്തെയും നൃത്തത്തെയും വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് പൈശാചികം എന്ന് പറയുന്നേ. ക്ലാസിക്കലായിട്ടുള്ളതൊന്നും പിശാചിന്റെ അല്ല. കാരണം അത് ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. കാരണം അതിന് ഒരു ഓർഡറുണ്ട്, കൃത്യമായ ഓർഡറിലാണ് പോകുന്നത്. ശ്രുതിയുണ്ട്, താളമുണ്ട്, ലയമുണ്ട്. പക്ഷെ ഈ മെറ്റാലിക് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, ഹൂ ഹൂ ഹീ ഹൂ, ഒന്നിനും ഒരു ഓർഡർ ഇല്ല. അത് ഈ വിശ്വതാളത്തെ തന്നെ ലംഘിക്കുന്നതാണ്. താളങ്ങൾ അസുരതാളമുണ്ട്, അസുരതാളത്തിനും ഓർഡറുണ്ട്, അസുരതാളത്തിനും. ഇത് അസുരതാളവുമല്ല, ഒരു ഓർഡറും ഇല്ലാത്ത ഭീകരമായ ഒരു പരിപാടി. അതിലാണ് രസം കാണുന്നത്, അതിനാണ് ലഹരി കാണുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് പൈശാചികം എന്ന് പറഞ്ഞാൽ യാതൊരു ഓർഡറും ഇല്ലാതെ ഇങ്ങനെ തുള്ളി ചാടിയിട്ട് ഈ മ്യൂസിക് കേൾപ്പിക്കുന്നത് പൈശാചികം. അതാണ് ഇപ്പോഴത്തെ ഈ നൈറ്റ് ക്ലബ്ബ് സംസ്കാരത്തിൽ നമ്മൾ കാണുന്ന മ്യൂസിക്. നൈറ്റ് ക്ലബ്ബ് സംസ്കാരത്തിൽ നമ്മൾ കാണുന്നത് അവസാനം ഈ സ്പീഡ് കൂട്ടി ഓർഡർ ഇല്ലാതെ അതിഭയങ്കര ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക. എന്നോട് വിയോജിപ്പുള്ള ആര് കാണും? ഓക്കെ, ഐ ഡോണ്ട് കെയർ, നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷെ ഇതാണ് സത്യം. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ഇപ്പൊ നാളെ നിങ്ങളുടെ ചർച്ചിനെയാണ് ഭൂമിയുടെ കറക്കം ഏൽപ്പിക്കുന്നെങ്കിൽ ഇപ്പൊ ഈ സ്പീഡിൽ കറങ്ങുന്നത് എന്തിനാ? സ്പീഡ് കൂട്ടാം. കാരണം സ്പീഡ് കൂട്ടി കറക്കും. ഒരേ സ്പീഡിൽ കറങ്ങുക, നിശ്ചിത താളത്തിൽ, നിശ്ചിത ഓർബിറ്റിൽ ഇത് കറങ്ങുകയാണ്. അപ്പോഴാണ് കൃത്യം ജൂൺ മാസം ആകുമ്പോൾ മഴ വരുന്നത്. അങ്ങനെയാണ് കൃത്യമായ ഓർബിറ്റിലൂടെ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർബിറ്റിലൂടെ. മറ്റേതൊക്കെ താളമില്ലാത്തതാണ്, ലയമില്ലാത്തതാണ്. അപ്പൊ ആരാധന മുട്ടുകുത്തിയുള്ള ആരാധനയാണ്. മുഴങ്കാൽ മടക്കി എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. പക്ഷെ എഴുന്നേറ്റ് നിന്ന് ഡപ്പാങ്കുത്ത് കളിക്കുന്നത് ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ആ ഡപ്പാങ്കുത്തിൽ കൂടുതൽ എക്സ്പെർട്ട് ചെയ്യുമ്പം അതാണ് ആരാധനയെന്ന് തെറ്റിദ്ധരിക്കുന്നവർ. മാത്തുക്കുട്ടി പകലോ മറ്റോ ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്തു. ഫോണിന്റെ റൊട്ടേഷൻ ഓൺ ചെയ്യുക, ഫോൺ ഹൊറിസോണ്ടൽ ആയിട്ട് പിടിക്കുക, അപ്പോൾ താങ്കൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഫോണിന്റെ റൊട്ടേഷൻ ഓൺ ചെയ്യുക. അതിന്റെ ആ സെറ്റിംഗിലുണ്ട് ഫോൺ റൊട്ടേഷൻ. അതായത് ഫോൺ റൊട്ടേഷൻ ഓൺ ചെയ്തുമ്പോൾ നമ്മളിങ്ങനെ ഫോൺ തിരിക്കുമ്പോൾ ആ സ്ക്രീനും ഇങ്ങനെ ഒപ്പം കറങ്ങും. ആ മോഡിൽ മാത്രമേ ഇത് ജോയിൻ ആകത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും പിടിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ്. ഈ അഡോണായി എന്ന വാക്കിന്റെ വവൽസ് എടുത്ത് WHന്റെ ഇടയ്ക്കിട്ടാണ് യഹോവ ഉണ്ടാക്കിയത്. യെസ്, കറക്റ്റ് ആണ് ജിജി അവർ എഴുതിയത്. ഞങ്ങളുടെ സഭയുടെ സ്പ്രിങ് നല്ല ശിവ. ശരിയാണ്. കുമ്പിട്ട് ആരാധിക്കുന്ന എന്ന ഒരു പാട്ട്, കുമ്പിട്ട് ആരാധിക്കുന്ന എന്നുള്ള പാട്ട് അവർ പാടത്തില്ല. ഈ ഒരു പാട്ട് എപ്പോഴും പാടും. ഞാൻ ഇവിടെ പല ആളുകളോട് ചോദിക്കാറുണ്ട്. ഹീസ് ലോഡ് ഹീസ് ലോഡ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മലയാളത്തിൽ കർത്തന്നി കർത്തന്നി മരണത്തെ ജയിച്ചുയർത്തേറ്റവൻ, അതിനകത്തുണ്ട് ഏതു മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും, എന്റെ മുട്ട് മാത്രം മടങ്ങത്തില്ല. ഇത്രയും ബോധമില്ലാതെ അപ്പൊ ആ പാട്ട് പാടുമ്പോഴെങ്കിലും മുട്ടുകുത്തണം. അതിന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് വലിയ അർത്ഥമില്ല. ഇനിയിപ്പം
ഹോപ്പ്ലെസ് ഹോപ്പ്ലെസ് ഹോപ്പ്ലെസ്. കാരണം ഹോപ്പ്ലെസ് ആയിപ്പോയി. നിങ്ങൾ എത്ര പേര് സിനിമയൊക്കെ കാണുന്നുണ്ട് എനിക്കറിയത്തില്ല. സിനിമ കാണുന്ന വിശുദ്ധന്മാരാണെങ്കിൽ സിനിമ കാണാത്ത വിശുദ്ധൻ. അപ്പൊ ഈ ഒരുപാട് ഈ ഹൊറർ നോവൽസ് എഴുതിയ ഒരാളാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹത്തിന്റെ നോവൽസ് പിന്നെ മൂവി ദാവീദ് പെട്ടകവുമായിട്ട് പോയപ്പം അതിന്റെ മുമ്പിൽ ചാടി എന്നാണ് ഇപ്പൊ ഒരാൾ പറയുന്നത്. ദാവീദ് പെട്ടകം കൊണ്ട് പോയപ്പം അതിന്റെ മുമ്പിൽ ചാടിയത് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തതാണ്. അതെവിടെയാണ്? അത് വഴിയിലാണ്, വഴിയെ പോയപ്പോഴാണ്. പക്ഷെ ദാവീദ് ചാടിയത് ഓർഡർ ഇല്ലാതെയാണ് ചാടിയതെന്ന് ബൈബിളിലില്ല. നൃത്തത്തിന് താളമുണ്ട്. ദാവീദിന് നൃത്തം അറിയാവുന്ന ആളാണ്, സംഗീതം അറിയാവുന്ന ആളാണ്. അല്ലാതെ ഒരു താളവും ഒരു ബോധവും ഇല്ലാതെ ചുമ്മാ ചാടുകയല്ല. താളനിബദ്ധമായിട്ടായിരിക്കണം ചാടിയത്. ഇത്രയും കാലങ്ങൾ എഴുതാവുന്ന ദാവീദ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ. ദാവീദ് യെരുശലേം ദേവാലയം പണിയാൻ പറ്റിയില്ലെങ്കിലും പണിയുന്ന കാലത്തേക്ക് സംഗീതക്കാരത്തികളെയും വാദ്യകാരന്മാരെയും എല്ലാം നിയോഗിച്ച് എല്ലാത്തിനും ഓർഡർ വെച്ചു, കൂറിന്റെ ക്രമപ്രകാരം. അപ്പം വളരെ ഒരു വലിയ കൊയറിനെ ക്രമീകരിച്ചു. അല്ല ഓരോ ഓർഡർ ഇല്ലാത്ത ആളല്ല ദാവീദ്. അത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ദാവീദ് ചാടി എന്ന് പറഞ്ഞ് നമ്മൾ തോന്നിവാസം കടന്ന് ചാടുന്നതല്ല. ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇനിയിപ്പം അഞ്ചപ്പം വർദ്ധിപ്പിച്ച് 5000 പോഷിപ്പിക്കുന്നതിന് മുമ്പും അവിടെ ജനം പന്തിയായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പന്തിയായി അല്ല, ചുമ്മാതെ ഈ നമ്മുടെ ആളുകൾ കടന്ന് ഇടിക്കുന്ന പോലെ ഉന്തി തള്ളി ഇടിച്ച് അങ്ങോട്ട് ചെന്ന് കൊട്ടയം കൊണ്ട് നിൽക്കുന്നവരെ മറിച്ച് താഴെയിട്ട് അവന്റെ മുകളിൽ കൂടെ ചവിട്ടി മെതിച്ചു പോയി. അല്ല, ഒരു ഓർഡർ. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, ക്രമമുണ്ട്. താളത്തിനാണെങ്കിലും പാട്ടിനാണെങ്കിലും ക്രമമുണ്ട്. ഈ ആരാധന മുട്ടുകുത്തി ഉള്ള ആരാധന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമിക രൂപം മുഴങ്കാൽ മടക്കിയുള്ള ആരാധനയാണ്. അപ്പൊ നിങ്ങൾ യഹൂദനെ നോക്കിയാലും മുസ്ലിമിനെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിൽ നിന്ന് വിപരീതമായി സുറിയാനി സഭയുടെ ആരാധനയിലുണ്ട്, ക്രമങ്ങളിലൊക്കെ ഉണ്ട്. അത് എത്ര പേര് മുഴങ്കാൽ മടക്കി ആരാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അല്ല, ഇങ്ങനെ കസേരയിൽ സന്തോഷിച്ചിരുന്ന് ഇങ്ങനെ കർത്താവിന് ടാറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം യു ആർ നോട്ട് വർഷിപ്പിംഗ് ഗോഡ്. നിങ്ങളുടെ പാട്ടിനകത്ത് വർഷിപ്പില്ല. കാരണം പാട്ടിനകത്ത് മുഴുവൻ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത് സഭകളിലെ പാട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ, എന്തോ കർത്താവിന് മഹത്വം ഇരിക്കും. എല്ലാം നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, ഇങ്ങനെയൊക്കെ ഇരുന്ന് പാടുക. എന്നിട്ട് ഇതെല്ലാം ആരാധനയാണെന്നാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ കൈകൊട്ടി. അപ്പം ശരിക്കും ഓരോ വ്യക്തികളെ ചിന്തിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുന്നില്ല. യാതൊരു ആരാധനയും അവിടെ നടക്കുന്നില്ല. ഇല്ല. ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേരോടൊക്കെ എപ്പോഴും പറഞ്ഞു, വർഷങ്ങൾ പറഞ്ഞ് മടുത്തതാണ്. കാരണം ഞാൻ പറയും, നിങ്ങൾ പാടുന്ന പാട്ടൊന്നും ആരാധനയല്ല. നിങ്ങൾ എന്തോ ഈ പാടുന്നത്? ദൈവത്തെ സ്തുതിക്കുകയാണോ? ഒരിക്കലും ഞാനൊരു സഭയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പിള്ളേരെല്ലാം കൂടെ പാട്ട് പാടി തകർക്കുകയാണ്. അപ്പൊ അതിനു മുമ്പ് പരസ്യത്തിന് കേട്ട ഒരു പാട്ട്, ആ പാട്ട് പാടി കൈയടിച്ച് പാടി. അപ്പൊ ഇടയ്ക്ക് ഒരുത്തൻ ഗ്ലോറി ഹാലേലി, എന്താ പാട്ടെന്നറിയോ? ഈ പരിണാമവാദം തെറ്റാണ്, സൃഷ്ടിയാണ് ശരിയെന്ന് പറയുന്ന ഒരു പാട്ടാണ്. ക്യാമ്പസ് ക്രൂസ് ഉണ്ട്. അതൊരു നല്ല പാട്ടാണ്. പക്ഷെ അതൊരു ആരാധനാ ഗീതമല്ല, അതൊരു ആശയപ്രചരണ ഗീതം. അപ്പൊ അതിനകത്ത് യുവമാരെല്ലാം കൂടെ കൈയടിച്ച് ഡ്രമ്മെല്ലാം അടിച്ച് പാടുകയാണ്. മനുഷ്യന്റെ ജനിതക കോടുവേറെ, ഹല്ലേലൂയ, കുരങ്ങിനും തവളയ്ക്കും കോടുവേറെ, കുരങ്ങു മനുഷ്യനായി മാറിടുവാൻ തരമില്ല കാലങ്ങൾ നീങ്ങിയാലും. ഒരു ആരാധനയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ശബ്ദം അങ്ങോട്ടാക്കി ഇവര് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഡ്രം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ ചാട്ടവും തുടങ്ങും. ഇതെന്താ പാടുന്നെന്നോ എന്താ ഈ വരികൾക്കകത്ത് ഉദ്ദേശിക്കുന്നെന്നോ ഒറ്റൊരുത്തൻ ചിന്തിക്കുന്നു. ഒരർത്ഥവും ഇല്ല.
മുഴുവൻ ആന്ത്രോസെൻട്രിക് സോങ്സ് ആണ്, മനുഷ്യ കേന്ദ്രീകൃത ഗാനങ്ങൾ, ദൈവോന്മുഖമായ ദൈവകേന്ദ്രീകൃതമായ ആരാധനയില്ല, ആരാധനാ ഗീതങ്ങളില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പരസ്യമായിട്ട് പറയാണ്. അല്ലെങ്കിൽ അല്ല എന്ന് തെളിയിക്കാനുള്ളവരിവിടെ തെളിയിക്കുക. ഈ പാടുന്ന പാട്ടുകളൊക്കെ അത് തന്നെയാണ്, സ്വന്തം കാര്യമാണ് പറയുന്നത്. എന്റെ കണ്ണുനീരെന്ന് മാറ്റും, എന്നെ എന്ന് സൗഖ്യമാക്കുന്ന, എന്റെ കാര്യം എന്ന് നടക്കും, എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. കണ്ടോ, അതാണ് നമ്മുടെ ഗോള്. എന്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങുകയില്ല. നമ്മൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ കാര്യം മുടങ്ങല, നമ്മുടെ കാര്യം ഇത്രയും മനുഷ്യ കേന്ദ്രീകൃതമായ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ആളുകളും നല്ല സാമ്പത്തിക സൗകര്യമുള്ള ആളുകളും ഒക്കെയാണ് അതെല്ലാം വിട്ടിട്ട് ഈ കർത്താവിന്റെ പാതയിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. മശിഹായെ കാൺമാൻ കാക്ഷിച്ചോരു സഹദർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി. അതാണ് ഈസ്റ്റേൺ ഗോസ്പലും വെസ്റ്റേൺ ഗോസ്പലും ആയിട്ടുള്ള വ്യത്യാസം. ഈസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അവർ തങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി, സമ്പത്തുക്കളുടെ അപഹാരത്തെ അവർ സന്തോഷത്തോടെ സഹിച്ചു. ചിലർ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, പാറകളിലും പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ അതിശ്രേഷ്ഠമായ ഒന്നിനു വേണ്ടി കാത്തിരുന്നു. അതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. അല്ല ഉണ്ടും തിന്നും കഴിയാനോ? ഇത് ഒന്നും കഴിക്കാനും കുടിക്കാനും ഇല്ലാത്ത കുറെ ആളുകള് ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി ആളുകളെ വ്യാപകമായിട്ട് പട്ടാപ്പകൽ തീവെട്ടിക്കൊള്ളെന്ന് പറഞ്ഞ പോലെ ആളുകളെ കൊള്ളയടിക്കാനും സുഖമായി ജീവിക്കാനുമുള്ള ഒരു മാർഗമായി കണ്ട് ഒരുപാട് പേരെ സംഘടിതമായ രീതിയിൽ വഞ്ചിച്ചപ്പോൾ അവരവരുടെ അനുഭവം പാടി. അന്ന് നമുക്കില്ലായിരുന്നു, ഇന്ന് നമുക്കുണ്ടായി. നമ്മൾ വിജയിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ, ആളുകളെ വഞ്ചിക്കുന്നതിലും നമ്മൾ അതിൽ സുഖമായി ജീവിക്കുന്നതിലും വിജയിച്ചിരിക്കുന്നു. അപ്പൊ അത് ആ പാട്ടുകൾക്കകത്തും പ്രതിഫലിക്കുന്നുണ്ട്. പാട്ടുകൾക്കകത്തെല്ലാം അതാണ്, നമ്മുടെ കാര്യം നടന്നു, എന്നെ കണ്ട് എനിക്കാരും സഹായമില്ലായിരുന്നു. എന്തിനാ നിനക്ക് സഹായം? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. കണ്ടോ, നിനക്ക് എന്തിനാ ഈ സഹായത്രേ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയും. അത് മുഴുവൻ ഇതാണ്, അവൻ എന്നെ സഹായിക്കും, അവൻ എന്നെ നടത്തും, അവൻ എനിക്ക് തരും. പിന്നെ ഭയങ്കര പരിദേവനങ്ങളാണ്, സ്വാനുതാപമാണ്, സെൽഫ് പിറ്റി അടിക്കുകയാണ്, സെൽഫ് പിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ആരാധനയിൽ കർത്താവിന്റെ മഹത്വമാണ് പ്രധാനം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പോകുന്ന സഭയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോകുന്ന ക്ലബിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നെ കേൾക്കുന്ന മലയാളി പെന്റക്കോസ്റ്റിലെ ഓരോ വ്യക്തികളും ചിന്തിക്കുക. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ കാര്യം ചിന്തിക്കുക. നിങ്ങൾ അവിടെ പാടുന്ന പാട്ടിൽ ദൈവത്തിന് മഹത്വമാണ് കൊടുക്കുന്നത്, അത് നമ്മുടെ കാര്യമാണോ? നമുക്കത് കിട്ടും, ഇത് കിട്ടും, നമുക്ക് അതായിരുന്നു ഇതായിരുന്നു, നമ്മളെ അങ്ങനെയാക്കി എനിക്കിത് കിട്ടി, ഇതാണോ പാടുന്നത്? അതോ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ഇടിമിന്നലുകളുമേൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും മണൽത്തരികൾ കൊണ്ട് കടൽ തിരമാലകളുടെ അഹന്തയെ ശമിപ്പിക്കുന്നവനുമായിരിക്കുന്ന ആകാശത്തിന്റെ അളവിനെ കൈച്ചാണ് കൊണ്ടെടുക്കുകയും ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ തുലാസ് കൊണ്ടും കുന്നുകളെ വെള്ളിക്കോൽ കൊണ്ടും തൂക്കുകയും ചെയ്യുന്ന മഹാശക്തിമാനായ ദൈവമേ, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണോ? ആണോ? മനസാക്ഷിക്ക് വിരുദ്ധമല്ലാത്ത വിധത്തിൽ സ്വയം പരിശോധിക്കണം. ഈ ഞായറാഴ്ച എല്ലാം പരിശോധിക്കണം. 2, കുമ്പിട്ട് ആരാധിക്കുന്നുണ്ടോ? അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഏലിയാവും മോശയും ഏലിഷയും ദാനിയേലും പഴയ നിയമ ഭക്തന്മാർ മുഴുവനും ആരാധിച്ച മാതൃക പ്രകാരം യേശു കർത്താവും അപ്പോസ്തലന്മാരും ആദിമ സഭയും ആരാധിച്ചു. സ്വർഗത്തിൽ കാണുന്ന 24 മൂപ്പന്മാർ വരെയും മിന്നിത്തിളങ്ങുന്ന സ്വർഗം മുതൽ ചീഞ്ഞ ആരംഭമുണ്ട്, താള വ്യവസ്ഥയുണ്ട്. അതിനെ ലംഘിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ഈ വൈകൃതമായ താളങ്ങളിൽ പാട്ട് പാടുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നത് ദൈവത്തിനുള്ള ആരാധനയല്ല. അത് ദൈവത്തിന് പ്രസാദമില്ല. കാരണം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ദൈവം താളങ്ങളുടെ ദൈവമാണ്, ക്രമങ്ങളുടെ ദൈവമാണ്, ലയത്തിന്റെ ദൈവമാണ്. ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. സമാഗമന കൂടാരം പണിതപ്പോൾ അതിന് ഓർഡർ ഉണ്ടായിരുന്നു. മോശയോട് പറഞ്ഞു, പർവ്വതത്തിൽ നീ കണ്ട മാതൃക പ്രകാരം സകലതും തീർക്കണം. എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാ കാണുന്നത്. പർവ്വതത്തിൽ കണ്ട മാതൃക പ്രകാരം ദൈവം എല്ലാത്തിനും ഒരു മാതൃക വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യനായി ദൈവത്തിന്റെ പുത്രൻ ഭൂമി വന്നപ്പോഴും അവന് മുട്ടുകുത്തി നമസ്കരിച്ച് നമ്മളെ കാണിച്ചു. എങ്ങനെയാണ് മുട്ടുകുത്തി?
അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തി കാണിച്ചു, പത്രോസ് മുട്ടുകുത്തി കാണിച്ചു, സ്വർഗത്തിലെ 24 മൂപ്പന്മാർ മുട്ടുകുത്തി കാണിച്ചു, അബ്രഹാം മുട്ടുകുത്തി കാണിച്ചു, ഇസഹാക്ക് മുട്ടുകുത്തി കാണിച്ചു, ദാനിയേൽ മുട്ടുകുത്തി കാണിച്ചു. നമ്മൾ ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ മുഴങ്കാൽ മടക്കിയാണ് ആരാധന, മുഴങ്കാൽ മടക്കിയാണ് നമസ്കാരം. യേശു താൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. ഒരു പാട്ടാ, യേശു താൻ വേഗം വരുന്നതിനാൽ. ഞാൻ പോയിട്ടുള്ള എല്ലാ ചർച്ചിലും ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഒരിക്കലും ആരും മുഴങ്കാൽ മടക്കി. ഞാൻ എല്ലാവരും ചോദിക്കും, നമ്മൾ പാടുന്നത് മുഴങ്കാൽ മടക്കി, അതൊക്കെ പാടുന്നല്ലേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. നമുക്ക് പാടുന്നതിന് നമുക്ക് വിശ്വാസമില്ല. മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. ആര്? ഇവര് പാടുന്നുണ്ട്, സുറിയാനിക്കാർ മുഴങ്കാൽ മടക്കുന്നുണ്ട്. ഇവര് പാടുന്നുണ്ട്, സുറിയാനിക്കാർ മുഴങ്കാൽ. ഒരുത്തനോട് പറഞ്ഞു, മോനെ നീ വേലി കെട്ടാൻ പോണം, സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ അവൻ പോയില്ല. മറ്റോട് പറഞ്ഞു വേലി കെട്ടാൻ പോണം, ആ പോയേക്ക അപ്പാന്ന് പറഞ്ഞു. രണ്ടാമത്തിനോർത്ത് മോശമായിപ്പോ അപ്പനോട് അങ്ങനെ പറയണ്ടായിരുന്നു, അവൻ പോയി വേലി കെട്ടി. മറ്റോ പറഞ്ഞു എന്നുള്ള അപ്പന് സന്തോഷമായല്ലോ വേലി കെട്ടാന്ന് ഞാൻ പറഞ്ഞു, അപ്പൻ സന്തോഷം. ഇനി വേലി കെട്ടിയില്ല എന്നാവുന്നതാ, അവൻ വെട്ടി കെട്ടി. ഞാൻ പറഞ്ഞല്ലേ, യേശു കർത്താവ് പറഞ്ഞ ഉപമയാ. കൂടുതൽ വാചം അടിക്കാതെ കർത്താവിനെ മുഴങ്കാൽ മടക്കി നമസ്കരിക്കുക. അതാണ് ആരാധന. അല്ല ഞാൻ ആരാധിച്ചു, ഞാൻ ആരാധകനാണ് എന്ന് പറയാതെ ആരാധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ, ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ഹൊറർ ഡ്രാമ, ഹൊറർ മൂവി ഒക്കെ ഉണ്ടാക്കിയ ആളാ. നിങ്ങൾക്കറിയാം ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹത്തിന് ഒരു ഫേമസ് ഡ്രാമയുണ്ട്. അതിനകത്ത് ഒരു ജയിലിൽ കിടക്കുന്ന ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ലൈഫ് ലോങ് സെന്റൻസ് ആണ്, ഒരിക്കലും രക്ഷയില്ല അവിടുന്ന് പുറത്തു പോകാൻ. അപ്പോ അദ്ദേഹം ജയിലിലെ ഒരു ജോലിക്കാരനുണ്ട്. ആ ജയിലിലെ ജോലിക്കാരനുമായിട്ട് ചേർന്ന് ഒരു കരാറിൽ വന്നു. ജയിലിലെ ജോലിക്കാരൻ തന്റെ മകക്ക് ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം, അതിന് കുറച്ച് പണം ആവശ്യമാണ്. അപ്പൊ ഈ തടവുകാരൻ പറഞ്ഞു, എന്നെ ഇവിടുന്ന് പുറത്താക്കി തന്നാൽ ആ ഓപ്പറേഷനുള്ള പണം ഞാൻ തരാം. ഇവര് എഗ്രി ചെയ്തു. ഇയാള് അവിടെ ശവങ്ങൾ മറവ് ചെയ്യുന്ന തൊഴിലാണ്, ജയിലിൽ മരിക്കുന്നവരുടെ. അപ്പൊ ഇയാൾ വന്നിട്ട് ഈ തടവുകാരനോട് പറഞ്ഞു, ആരെങ്കിലും അവിടെ ജയിലിൽ മരിക്കുന്ന സമയത്ത് ഒരു മണിയടിക്കും. അപ്പൊ മണിയടിക്കുന്ന സമയത്ത് അവിടെ ആ കല്ലറയിലേക്ക് വന്നൊരു സ്ഥലമുണ്ട്, അവിടെ ആ പെട്ടിക്കകത്ത് നീ കയറി കിടക്കണം. പിന്നെ അതുന്തി കുഴിക്കകത്തോട്ടിടും. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നിട്ട് ആ ഗ്രേവ് ഓപ്പൺ ചെയ്ത് നിന്നെ രക്ഷിക്കാം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പൊ ഇയാളിങ്ങനെ പിന്നെ കാത്തു കിടന്നു, അടുത്ത ഇൻമേറ്റ് മരിക്കുന്ന, അടുത്ത അന്തേവാസി മരിക്കുന്നവരെ കാത്തിരുന്നു. അടുത്ത അന്തേവാസി മരിക്കുമ്പോൾ ഇയാൾക്ക് രക്ഷപ്പെടാം, കാരണം അതാണ് കോൺട്രാക്ട്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇത് കരാർ അവിടെ നിലനിൽക്കുകയാണ്. രാത്രി ഈ മണിയടി കേട്ടു. മണിയടി കേട്ടപ്പം ആ മണിയടി ആരുടെയോ മരണത്തിന്റെ മണിയാണെങ്കിലും തന്റെ മോചനത്തിന്റെ മണി കൂടെയാണ്. ഈ ഇൻമേറ്റിന് സന്തോഷം. ഇയാൾ ഓടിപ്പോയി ആ ശവക്കുഴി കൊണ്ടുവന്ന് ഭാഗത്ത് ചെന്നു ആ പെട്ടിക്കകത്ത് കിടന്നു. കുറെ കഴിഞ്ഞപ്പം ആരോ വന്നാൽ ലിവർ വലിച്ചു. ഇതെല്ലാം കൂടെ മറിഞ്ഞ് കുഴിക്കകത്ത് പോയി ഗ്രേവിൽ പോയി കിടക്കുമ്പോഴും ഈയൊക്കൊരു കുഴപ്പമില്ല, ഇയാൾ വളരെ സന്തോഷപൂർവ്വം കിടക്കാണ്. കാരണം കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന അയാൾ വന്നിട്ട് ഗ്രേവ് ഓപ്പൺ ചെയ്ത് തന്നെ പുറത്തു കൊണ്ടുപോകും. ഈ പ്രതീക്ഷയിൽ അയാൾ കിടക്കുകയാണ്. ഇയാളുടെ മനസ്സിന്റെ കണക്കുകൂട്ടലുണ്ട്, ടൈമിനെ സംബന്ധിച്ച് ഏകദേശം ധാരണയുണ്ട്. ആ സമയമൊക്കെ കഴിഞ്ഞു. ഗ്രേവ് തുറക്കപ്പെടുന്നില്ല, തന്റെ മോചനം സാധ്യമാകുന്നില്ല. വീണ്ടും സമയം വളരെയധികം അതിക്രമിച്ചു. അപ്പൊ ഇയാൾക്ക് ചെറിയൊരു ഭയം തോന്നി തുടങ്ങി, എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അവസാനം അയാളുടെ കയ്യിലുള്ള ഒരു സിഗരറ്റ് ലൈറ്റർ ഉണ്ടായിരുന്നു. ആ സിഗരറ്റ് ലൈറ്റർ അയാൾ തെളിയിച്ച് ഇങ്ങനെ നോക്കി. തന്റെ കൂടെ ഒരു ശവം കിടപ്പുണ്ട്, ആ ശവത്തിന്റെ കൂടെയാണ് തന്നെ ഈ ഗ്രേവിലേക്ക് മറിച്ചത്. അയാൾ സിഗരറ്റ് ലൈറ്റർ തെളിച്ച് ഇങ്ങനെ ആ ശവത്തെ നോക്കിയപ്പോൾ നടുക്കത്തോടെ അയാൾ തിരിച്ചറിഞ്ഞു, തന്നെ പുറത്താക്കാം എന്ന് എഗ്രി ചെയ്തിരുന്ന ആ ജയിൽ ജീവനക്കാരന്റെ ശവമാണ് തന്റെ കൂടെ കിടക്കുന്നത്. അവിടെയാണ് അത് തീരുന്നത്. ഫോർ എ ടെറർ. അദ്ദേഹത്തിന്റെ മലയാളി പെന്റക്കോസ്റ്റിലെ ഓരോരുത്തരും കൂടെ കിടക്കുന്ന ആരാണെന്ന് ലൈറ്റർ തെളിയിച്ച് നോക്കേണ്ട സമയമാണ്. നിങ്ങൾ മോചിക്കപ്പെടുമോ ഇല്ലയോ എന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.